ാണെന്ന് ഓർക്കണം. ഇത് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? കാരണം വേറൊന്നുമല്ല, മുഹമ്മദും സ്വഹാബിമാരും അവർക്ക് കാണിച്ചു കൊടുത്ത മാതൃകയാണ്. ഇതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് പറയുന്നത്. മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം ചേർക്കാത്ത ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ്, മറ്റൊന്നുമല്ല. ഹദീസുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാണാം. അതുപോലെ ഇബ്ൻ കത്തീറിന്റെ മറ്റും ചരിത്രരേഖകൾ, അത് ചരിത്ര ഗ്രന്ഥങ്ങൾ, അത് നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ കാണാം. ഇതൊക്കെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇസ്ലാം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുകയുള്ളൂ. ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച മതമല്ല, ഒരു യോജിച്ച ആദർശമല്ല ഇസ്ലാമിന് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും അത് അറിയണം. അവർ ന്യൂനപക്ഷമായിരിക്കുന്നിടത്ത് ഇരവാദം ഇറക്കാൻ മിടുക്കരാണ് ഈ ഐഡിയോളജിയുടെ ആളുകൾ. മുസ്ലിങ്ങൾ ഇരവാദം ഇറക്കും. അതുപോലെ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഇരയിൽ നിന്ന് അവർ വേട്ടക്കാരനിലേക്ക് മാറും. ഈ രണ്ട് ഭാഗവും ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ അവർക്കറിയാം. കാരണം ആ വിധത്തിലാണ് ഇത് മുഹമ്മദ് കാണിച്ചു കൊടുത്തിട്ടുള്ള മാതൃകയാണ്. ഇവർ മക്കയിൽ മുസ്ലിങ്ങളായിരുന്ന സമയത്ത് ഇരവാദം ഇറക്കി നടന്നിരുന്ന ആളുകളാണ്. മക്കയിൽ ന്യൂനപക്ഷമായിരുന്നപ്പോൾ മദീനയിലേക്ക് ചെന്ന ആദ്യകാലത്തും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഇവർ എണ്ണത്തിൽ കുറവാണ്. പക്ഷെ മുഹമ്മദ് അവിടെ ഒരു കൊള്ളസംഘം രൂപീകരിച്ച് മരുഭൂമിയിലെ കൊള്ളത്തലവനായിട്ട് മാറിയതിന് ശേഷം അവിടെ അതിലെ പോകുന്ന കച്ചവട സംഘങ്ങളെയൊക്കെ കൊള്ളയടിച്ച് കിട്ടുന്ന പണം ഉപയോഗിച്ച് ആയുധങ്ങൾ, ഹദീസുകൾ നമ്മൾ വായിക്കുന്നുണ്ട്, ആയുധങ്ങളും കുതിരകളെയും ഒട്ടകങ്ങളെയും ഒക്കെ വാങ്ങുകയും അത് കഴിഞ്ഞ് ആ ആയുധങ്ങളും മറ്റും ഉപയോഗിച്ച് കൂടുതൽ പ്രദേശങ്ങൾ, ആദ്യം ഈ കച്ചവട സംഘങ്ങളെയാണ് കൊള്ളയടിച്ചിരുന്നെങ്കിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഓരോരോ പ്രദേശത്ത് കഴിഞ്ഞിരുന്ന ആളുകളെ അത്തരം ഗ്രാമങ്ങളിലേക്ക് ഇവർ ചെന്ന് ആ ഗ്രാമത്തെ വളഞ്ഞ് അവിടെയുള്ളവരോട് ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തയ്യാറാവുക എന്ന് പറയുന്നു. ചിലയിടത്ത് ആ പറച്ചിൽ പോലും ഇല്ല. രാത്രിയിൽ ചെന്ന് ഇരുട്ടിന്റെ മറവിൽ ആക്രമിക്കുകയാണ്. എന്നിട്ടാണ് ഇവരോട് എതിർക്കാൻ വരുന്നവരെ കൊല്ലുന്നു, ബാക്കിയുള്ളവർ അടിമകളായി പിടിക്കുന്നു. അടിമകളായി പിടിക്കുന്നവരിൽ സ്ത്രീകളെയൊക്കെ വീതിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞ് ഇവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അടിമച്ചന്തകളിലേക്ക് ഈ സ്ത്രീകളെ കൊണ്ടുപോയി അവിടെ വിറ്റ് ആ കിട്ടുന്ന പണത്തിന് ആയുധങ്ങളും ഒട്ടകങ്ങളും വാങ്ങിക്കൊണ്ടുവരുന്നു. ഇതെല്ലാം നമ്മൾ ഹദീസുകളിൽ കാണുന്നതാണ്. അങ്ങനെ വലിയ ഒരു വിഭാഗം ആളുകൾ മുഹമ്മദിന്റെ കീഴിലേക്ക് വന്നപ്പോൾ നിർബന്ധിത മതപരിവർത്തനത്തിലെ ആൾക്കാരെ കൂടെ കൂട്ടുന്നു. ഈ കൂടെ കൂടുന്ന ആൾക്കാരെ സംബന്ധിച്ച് പിന്നീട് അവൻ നോക്കുമ്പോൾ അത് ലാഭമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആദ്യം അവൻ ഇസ്ലാമിന്റെ ഇരയായിരുന്നെങ്കിൽ, ഇസ്ലാം അവനെ ആക്രമിക്കാനായിട്ട് വന്നെങ്കിൽ, ഇപ്പൊ അവൻ ഇസ്ലാമിന്റെ കൂടെ കൂടി വേട്ടക്കാരനായി മാറിയിരിക്കുകയാണ്. പിന്നെ മറ്റുള്ള ഗ്രാമങ്ങൾ കൊള്ളയടിക്കുക, അവിടുത്തെ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവരാം, അവന്റെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ കേട്ടത് വലുതായി വന്നതിന് ശേഷം മക്കയിൽ ഇരകളായിരുന്നവർ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വേട്ടക്കാരായി മാറി. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഖുർആനിൽ കാണുന്നുണ്ട്, ഹദീസുകളിൽ കാണുന്നുണ്ട്. അത് തന്നെയാണ് ഇവരും ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ന്യൂനപക്ഷമായിരിക്കുന്നിടത്തെല്ലാം മക്കയിൽ വെച്ച് മുഹമ്മദ് എങ്ങനെയാണോ കാണിച്ചത് അത് തന്നെ കാണിക്കും. ഇവർ ഭൂരിപക്ഷമായി കഴിയുമ്പോൾ മദീനയിൽ മുഹമ്മദും കൂട്ടരും എന്താണോ കാണിച്ചത് അത് കാണിക്കും. അപ്പൊ ഈ ഐഡിയോളജി ഇത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ഇതിനെതിരെ എല്ലാവരും ഒന്നിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ അതിനകത്ത് പെട്ടുകിടക്കുന്ന മനുഷ്യരിത് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല, ഞങ്ങൾക്കും ഗുണം ചെയ്യുന്നതല്ല, ഇത് ആർക്കും ഗുണം ചെയ്യുന്നതല്ല. ഈ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാം എന്ന് പറയുന്ന മതം, ആ ആദർശം, അത് ഒരു മനുഷ്യരും ഗുണം ചെയ്യുന്നതല്ല. കാരണം അതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. അള്ളാഹു എന്ന് പറയുന്നത് പിശാചാണ്. അതുകൊണ്ട് തന്നെ പൈശാചികമായ ഐഡിയോളജിയാണത്. അതുകൊണ്ടാണ് ഇന്നും അത് ഈ വിധത്തിൽ ലോകത്ത് അസമാധാനം മാത്രം വിളമ്പിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. എവിടെയാണ് ഇസ്ലാം അസമാധാനം വിളമ്പാത്തത്? നിങ്ങൾ പറ, ഒരു സ്ഥലം പറ. എല്ലായിടത്തും അസമാധാനം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയും ഞങ്ങൾ സമാധാനത്തിന്റെ മതമാണെന്ന്. അതെന്താ ലോകത്ത് വേറെ ഒരു മതത്തിനും അങ്ങനെ പറയേണ്ട ഗതികേടില്ലാത്തത്? ഇഷ്ടംപോലെ മതങ്ങൾ ലോകത്തില്ലേ? ഇല്ലേ? ഇഷ്ടംപോലെ മതങ്ങളുണ്ട്. ആ മതക്കാർ ആർക്കും പറയേണ്ടി വരുന്നില്ല ഞങ്ങൾ സമാധാനത്തിന്റെ മതമാണെന്ന്. ഇസ്ലാമിന് മാത്രം എല്ലായിടത്തും ചെന്ന് പറയേണ്ടി വരുന്നതിന്റെ കാരണം എന്താ? ഇസ്ലാം മാത്രമാണ് അത്രമാത്രം അസമാധാനം ലോകം മുഴുവൻ വിതറിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരു മതവും അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, മുസ്ലിങ്ങൾ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ ഡയറക്റ്റായിട്ട് പിശാച് തന്നെയാണ് ഉള്ളത്. അവനാണ് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം ഈ മനുഷ്യരാശിക്ക് ദുരിതവും കഷ്ടപ്പാടും അസമാധാനവും വേദനയും കഷ്ടവും ഒക്കെ ഈ മതത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ലഹളകളുടെ ചരിത്രമൊക്കെ ഉണ്ട്. അംബേദ്കർ അതൊക്കെ ഒരു 100 വർഷത്തെ 100 വർഷമില്ല, 20 വർഷത്തെ ചരിത്രം, 1920 മുതൽ 1940 വരെയുള്ള കാലത്ത് 20 വർഷത്തെ ചരിത്രം അംബേദ്കർ എഴുതിയിട്ടുണ്ട്.
ദൈവം അനുവദിക്കുന്ന വർഷം ഞങ്ങളത് പിന്നീട് വായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ സമയത്ത് ഇത് തുടർമാനമായിട്ട് ഇന്ത്യയിൽ ലഹള നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ. ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ത്യ അല്ല, അന്നത്തെ ഇന്ത്യ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ബംഗ്ലാദേശും പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്ന ഇന്ത്യ. അതിങ്ങനെ തുടർമാനമായിട്ട് ലഹള നടന്നുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒറ്റ ആ ലഹളകളെല്ലാം ഇല്ലാതായി. എന്താ കാരണം? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിഭജിക്കപ്പെട്ടു, ഇന്ത്യ വിഭജിക്കപ്പെട്ടു. ഇവിടെ മെയിൻലാൻഡിൽ ഉണ്ടായിരുന്ന ആളുകൾ രണ്ടു വശത്തേക്ക് കിഴക്കൻ പാകിസ്ഥാനിലേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്കുമായിട്ട് ഓടിപ്പോകേണ്ടി വന്നു മുസ്ലിങ്ങൾ. അവർ പോയി കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായി. അവർ ഡീസൻ്റായിട്ട് മിണ്ടാതിരുന്നു. പിന്നെ കുറേ നാളത്തേക്ക് അതുണ്ടായില്ല. പിന്നീടും ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വന്നു കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ലഹളകൾ ആരംഭിക്കുന്നത്. മനസ്സിലായോ? ഈ ലഹളകൾ ഹിന്ദുക്കളല്ല തുടങ്ങി വെച്ചത്. ഹിന്ദുക്കളായിരുന്നെങ്കിൽ ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷവും തുടർമാനമായിട്ട് ഇവിടെ ലഹളകൾ ഉണ്ടായേനെ, പണ്ടത്തേതുപോലെ തന്നെ. അതിന് മുമ്പത്തെ 20, 30, 40 വരെയുള്ള ഇതേ നമുക്കുള്ളൂ. കാരണം 40-ലാണ് അംബേദ്കർ ആ പുസ്തകം എഴുതുന്നത്. 40 മുതൽ 47 വരെയുള്ള ചരിത്രം നമ്മൾ വേറെ നോക്കിക്കഴിഞ്ഞാൽ കാണും തുടർമാനമായിട്ട് ലഹളകൾ. അപ്പോൾ ആ ലഹളകളും ഹിന്ദുക്കളായിരുന്നു ഇവിടെ ലഹളകളൊക്കെ തുടങ്ങി വെച്ചിരുന്നെങ്കിൽ വിഭജനത്തിന് ശേഷം അതങ്ങനെ തുടർമാനമായിട്ട് ഉണ്ടായേനെ. പക്ഷെ ഉണ്ടായിട്ടില്ല. ഇവരായിട്ട് ഓരോ പ്രാവശ്യവും ലഹളകൾ ഇവരായിട്ടാണ് തുടങ്ങി വെച്ചിട്ടുള്ളത്. കാരണം അതാണ് ആ ഐഡിയോളജി, അങ്ങനെയാണ്, അതിൻ്റെ ഘടന അങ്ങനെയാണ്. മുഹമ്മദ് അങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ മുഹമ്മദിനെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ച പിശാച് അത് ആ രീതിയിലാണ് ആഗ്രഹിച്ചത്. മനുഷ്യരാശിയുടെ മേൽ എന്നേക്കും സമാധാനക്കേട് മാത്രം വിളമ്പുന്നൊരു ഐഡിയോളജി. ആ സമാധാനക്കേടാണ് ഇന്ന് നമ്മൾ UK കാണുന്നത്, ഫ്രാൻസിൽ കാണുന്നു, നോർവേയിൽ കാണുന്നു, സ്വീഡനിൽ കാണുന്നു, പിന്നെ ഇപ്പം ബംഗ്ലാദേശിൽ കാണുന്നു, അഫ്ഗാനിസ്ഥാൻ, എല്ലായിടത്തും ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ ആകട്ടെ, പാകിസ്ഥാൻ ആകട്ടെ, എല്ലായിടത്തും നമ്മളത് കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഇന്ന് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ അസമാധാനം, ഈ ജിഹാദ്, ഇതിനെക്കുറിച്ച് അജീഷ് ബ്രദർ പ്രമാണത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം 100 കൊല്ലം മുമ്പ് കേരളത്തിൽ ഈ ജിഹാദ് നടത്തിയ സമയത്തുണ്ടായ ആൾക്കാരുടെ അനുഭവങ്ങൾ സ്മരണയിൽ നിന്നുള്ള കാര്യവും വായിക്കുന്നതാണ്. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഓക്കെ, താങ്ക് യു ആൻഡ്രൂ. അജീഷ് സാറെ റെഡിയല്ലേ? മൈക്ക് എടുത്തോളൂ കേട്ടോ. അതെ, കേൾക്കാം. ക്ലിയർ. സകല മനുഷ്യരെയും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഓരോ സോഷ്യൽ മീഡിയ വഴിയും ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ പല വാർത്തകളുടെ ഇടയിലല്ല, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് ബംഗ്ലാദേശ് വിഷയം. പക്ഷെ എന്നാൽ പല സാംസ്കാരിക നേതാക്കന്മാരുടെയും വായില് എന്താണെന്നറിയില്ല, എന്തൊക്കെയോ തിരികെ വെച്ചിരിക്കുകയാണ്. ഇനി എന്താണ് തിരികെ വെച്ചതെന്ന് പറഞ്ഞാൽ ഇനി അതന്വേഷിച്ച് കുറെ ആൾക്കാർ കിടക്കും. അതിനേക്കാൾ നല്ല എന്തൊക്കെയോ നല്ല നല്ല സാധനങ്ങൾ തിരികെ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരെണ്ണത്തിന്റെയും വായിൽ നിന്ന് ഒരു വാക്കും വീഴുന്നില്ല. ഇവിടെ പട്ടിക്ക് ആൾക്കാരുണ്ട്. പട്ടിയെ നിങ്ങൾ ഉപദ്രവിക്കരുത്, പട്ടിയുടെ പൂട പിടിക്കരുത്, പട്ടിയുടെ വാല് മുറിക്കരുത് എന്ന് പറഞ്ഞു കിടക്കാം. പട്ടിക്ക് പറയാൻ ആളുണ്ട്. എന്താ വെച്ചാൽ മൃഗസ്നേഹികളുണ്ട്, പിന്നെ ആനസ്നേഹിയായിട്ട് ഒരുത്തനുണ്ടായിരുന്നു, എന്ന് വേണ്ട ഡാം സ്നേഹികളുണ്ട്. ഇതെല്ലാത്തിനും സ്നേഹികളുണ്ട്. മനുഷ്യരെ സ്നേഹിക്കാൻ ആരും ഇല്ല. കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയും കലാപവും വർഗീയതയും നടന്നിട്ട് ഒരുത്തനും മിണ്ടാതിരിക്കുന്നത്. വേറെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ടായിട്ടും എല്ലാവർക്കും അതിൻ്റെ ഉണ്ട്. കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് 100 ഗ്രാം തൂക്കം കൂടിപ്പോയെന്നും പറഞ്ഞിട്ട് എന്ത് ബഹളമായിരുന്നു. അതിനിടയിലൊന്നും ഇവരിത് ഇവരെല്ലാരും ഇത് കാണുന്നുണ്ടെന്നേ. ഇവരുടെ എല്ലാവരുടെയും സ്നേഹം അജണ്ട എന്ന് പറയുന്നത് സാമ്പത്തികം മാത്രമാണ്. ഞാനൊരു ബൈബിൾ വാക്യം വായിച്ചുകൊണ്ട് ഫസ്റ്റിലെ തുടങ്ങാം. ഈ ബൈബിൾ വാക്യം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയാണ്: അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും, അത്രയുമല്ല നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു. ഈ മനുഷ്യരായ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെടുന്ന, അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഇടത്തോട്ട് മുണ്ടെടുത്ത് അല്ലെങ്കിൽ നരയാണിക്ക് മുകളിൽ പാൻറ് ഇട്ട് കിടക്കുന്ന, തലയെ തൊപ്പി വെച്ച് മീശ വടിച്ച് താടി മാത്രം വളർത്തി പർദ്ദ ഇട്ട് നടക്കുന്ന, ചാക്കിൻ്റെ അകത്ത് കയറി കിടക്കുന്ന ഏത് സ്ത്രീയും ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടും ഇരിക്കുന്ന ഒരു കാര്യമാണ് കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ചു. എന്ത്? എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്നതാണ്. കാരണം മനുഷ്യരെ കൊന്നു തള്ളുന്നത് മുഴുവനും നിങ്ങൾ ചിന്തിച്ചു നോക്കി, അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരൊറ്റ വിളിയോടുകൂടി, അല്ലാതെ വേറൊന്നുമല്ല. മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ കൊന്നു തള്ളുമ്പോൾ നിങ്ങൾ വിചാരിച്ചോ ഇത് അവിടെ അല്ലേ നടക്കുന്നത്, ഇവിടെ അല്ലേ നടക്കുന്നത്, ഞങ്ങളുടെ ഇടയിൽ നടക്കുമോ എന്ന് ചിന്തിച്ചാൽ
ആ നാഴിക അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, അടുത്ത് വന്നു കഴിഞ്ഞു. ഉദാഹരണം ജോസഫ് മാഷ് ഇപ്പോഴും ഇരിപ്പുണ്ടല്ലോ, ജീവനോട് ഇരിപ്പുണ്ടല്ലോ. അത് ദൈവം അദ്ദേഹത്തിന് ജീവൻ കൊടുത്തതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം അതൊരു പ്രതിമയായിട്ടല്ല, ഒരു ജീവനുള്ള ശരീരമായിട്ട് സകലതും നഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ മുൻപിൽ വെച്ചോ നമ്മുടെ അടുത്തൂടെ ഈ വാളുകൾ അധിക ദൂരമില്ല എന്നുള്ളത്. കാരണം ജിഹാദ് എന്ന് പറയുന്നത് ഇവർക്കൊരു മതവിധിയാണ്. കാരണം അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്ന ഒരു മുസ്ലിം ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കണം. ജിഹാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസാരമായ കാര്യമല്ല. ജിഹാദ് എന്നാല് അള്ളാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി മുസ്ലിങ്ങൾ പരസ്പരം കരാറുകളില്ലാത്ത അമുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കലും അവരുമായി പോരാടലുമാണ്. മുസ്ലിം അധീന പ്രദേശങ്ങൾ ആക്രമിക്കുന്ന അവിശ്വാസിക്കെതിരിൽ ആക്രമിക്കലും ജിഹാദാകുന്നു. അവിശ്വാസികളുടെ പ്രദേശങ്ങളിൽ പോയി ആക്രമിക്കലും ജിഹാദാണ്. മനസ്സിലായോ? ഒരു ജിഹാദിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇത്. ഞാനോ ട്രൂത്ത് വൈറ്റേഴ്സോ സാക്ഷി അപ്പോളജിസ്റ്റോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനിൽകുമാർ അയ്യപ്പനോ അനിയോ അല്ലെങ്കിൽ നസ്രേനോ താഴെ ഇരിക്കുന്ന ഓഡിയൻസിൽ പെട്ടവരാരും എഴുതിയ പുസ്തകമല്ല. ഇത് മുസ്ലിങ്ങൾ തന്നെ എഴുതി അവർക്ക് വേണ്ടി എങ്ങനെ ഒരു ജിഹാദ് നടത്തി ഈ മുസ്ലിമിനെ അമുസ്ലിമിന്റെ ഇടയിലേക്ക് കയറി ചെന്ന് എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിന് എഴുതി കൊടുത്തിരിക്കുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിന്നാണോ ഞാൻ വായിക്കുന്നത്. പുസ്തകം ഏതാണെന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ പറയുന്ന ഒന്നുകൂടെ പറയാണ്, ജെയ്സ് അബ്രഹാമോ നസ്രേനോ താഴെ ഇരിക്കുന്ന ഓഡിയൻസിലുള്ള ആരുമേ ഇവിടെ ഇരിക്കുന്ന ആരും എഴുതിയ പുസ്തകമല്ല, നിന്റെയൊക്കെ പുസ്തകങ്ങളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ വായിക്കുന്നത്. കേട്ടല്ലോ? അപ്പൊ ഇതാണ് ജിഹാദ് എന്ന് പറയുന്നത്. ഇനി ജിഹാദ് എങ്ങനെയുള്ളതാണ്, ആർക്കുള്ളതാണെന്ന് എഴുതിയിട്ടുണ്ട്. ജിഹാദ് ഓരോ വ്യക്തിക്കും സമൂഹത്തിനുമുള്ള ചികിത്സാ വിധിയാണ്. ആ ചികിത്സാ വിധിയെ പറ്റി പറയുന്നുണ്ട്. അത് വ്യക്തികളുടെ അവിശ്വാസ രോഗം ചികിത്സിച്ച് ഇസ്ലാമിന്റെ സുഖലോലുപത്തിലേക്ക് അവനെ രക്ഷിക്കുന്നു. അല്ലാഹുവിലുള്ള അവിശ്വാസമാണ് മനുഷ്യകുലത്തിലെ ഏറ്റവും മോശവും നാശകരവുമായ രോഗം. എങ്ങനെയുണ്ട്? അപ്പൊ ഈ മുഹമ്മദ് ജനിച്ച് പുള്ളി ആ ഇറാ ഗുഹയിൽ ഇരുന്ന് മറ്റേ മലക്ക് വന്ന് ഞെക്കിപ്പിടിച്ച് ഇക്ര ഇക്ര എന്ന് പറഞ്ഞ് മുക്ര ഇട്ടിട്ട് പോലും കാര്യം സാധിക്കാതെ ഒന്ന് എഴുതാനോ വായിക്കാനോ പറ്റാതിരുന്ന മനുഷ്യൻ ഓടിപ്പോയി പുതച്ച് മൂടി അവിടെ കിടന്നു. പ്രായമുള്ള ഭാര്യനെ കൊണ്ട് തുണി മാറ്റിച്ച് മലക്ക് കണ്ട് എന്നിട്ടും തൃപ്തി വരാതെ നേരെ ബർക്കത്ത് ബിൻ നൗഫലിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു പ്രവാചകനാണെന്ന് പറയുന്നത് വരെ ഈ പുള്ളിക്ക് ഈ രോഗം തന്നെയായിരുന്നു. ഏതാ? അള്ളാഹുവിൽ അവിശ്വാസമാണ് മനുഷ്യകുലത്തിന്റെ ഏറ്റവും മോശവും നാശകരമായ രോഗമാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ രോഗി ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഭാവിയാണ്. കാരണം ഇത് കിട്ടുന്നതിന് മുമ്പ് വരെ ഇവര് പറയുന്നുണ്ടല്ലോ ആദത്തിന്റെ കാലത്തിന് മുമ്പേ അള്ളാഹു ഉണ്ടെന്ന്. അപ്പൊ ഈ രോഗി ആദ്യത്തെ ഇസ്ലാമിന്റെ ഇവരുടെ അവസാനത്തെ പ്രവാചകൻ, ഇവര് പറയുന്ന ഒടുക്കത്തെ പ്രവാചകൻ എന്ന് പറയുന്ന, ഒടുക്കത്തെ പുസ്തകം ഇറക്കി കൊടുത്തെന്ന് പറയുന്ന ഈ ഒടുക്കത്തെ പ്രവാചകൻ ഈ ബർക്കത്ത് ബിൻ നൗഫൽ മരിച്ചതിന് ശേഷം പ്രവാചകനാണെന്ന് പറഞ്ഞു വരുന്നതിന് മുമ്പ് വരെ ആദ്യത്തെ രോഗി ഇവനായിരുന്നു. ശരിയല്ലേ? ഇനി ഇസ്ലാമാണ് അതിന്റെ പരിപൂർണ പ്രതിവിധി. ഏത്? ഈ രോഗത്തിനുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇതിങ്ങനെ പറയുന്നത് ഇസ്ലാമിന്റെ അടിച്ചമർത്തലിന്റെയും ദുർവൃത്തിന്റെയും ഉറവിടങ്ങൾ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ ചികിത്സിക്കുന്നു. ആ ചികിത്സയാണല്ലോ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ബംഗ്ലാദേശില്. നിങ്ങൾ ഇത് വായിക്കുമ്പോഴത്തേനും നിങ്ങളുടെ കണ്ണും മനസ്സും ബംഗ്ലാദേശിലായിരിക്കണം. നിങ്ങൾ കാണുന്ന സോഷ്യൽ മീഡിയ കാണുന്ന വീഡിയോസ് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ ഭാഗങ്ങൾ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് മാത്രം ഒന്ന് മനസ്സ് വെച്ചുകൊണ്ടിരുന്നു നോക്കിയേ, നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പുസ്തക പ്രകാരമല്ലേ അള്ളാഹുവിന്റെയും മുഹമ്മദിന്റെയും ഖുറാൻ ഈ ഖുറാന്റെ ആയത്തും ഈ ഹദീസുകളും വെച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കാത്തിരുന്നു. കാശ്മീർ പണ്ഡിറ്റുകളോട് ചെയ്തതുപോലെ തന്നെ ഒരു നാൾ നമ്മുടെ നേരെ ഇവർ പോസ്റ്റർ എഴുതി ഒട്ടിക്കും. അപ്പൊ ഇവിടെ ഉന്മൂലനം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഇവര് ചികിത്സിക്കുകയാണ്. എങ്ങനെ? അവിശ്വാസിയെ വെറുതെ വിടുന്നത് അവന്റെ രോഗം വർദ്ധിക്കാനും ശക്തിപ്പെടാനും അതുവഴി അത് പടർന്നു പകരാനും ഇടയാകുന്നു. അവിശ്വാസിയുടെ രോഗം ഉണ്ടല്ലോ, അവിശ്വാസിയെ വെറുതെ വിടാൻ പാടില്ല. അവന് എന്ത് ചെയ്യണം? അവന്റെ രോഗം, അവന്റെ ഉള്ളിലുള്ള അവിശ്വാസം, അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്ത അവിശ്വാസം എന്ന രോഗം മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? അവനെ ചികിത്സിക്കണം.
എങ്ങനെയാ? അത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചികിത്സിച്ചു മാറ്റാതെ ഇസ്ലാം പുഷ്ടിപ്പെടലും മുസ്ലിങ്ങൾ സമാധാനത്തിൽ ജീവിക്കലും സംഭവിക്കുകയില്ല. ഈ പണച്ചില് കേട്ടാൽ അങ്ങ് ഇവനൊക്കെ ഏതാണ്ട് വലിയ സമാധാനത്തോടെ ജീവിക്കുന്നെന്ന്. ചത്തു കുഴി കിടന്ന് മുഹമ്മദിന്റെ മുൻകീറിന്റെ നക്കീറിന്റെ അടി കൊടുക്കുമ്പോഴും ഇവരുടെ അന്ത്യപ്രവാചകൻ ഒടുക്കത്തെ പ്രവാചകന് വേണ്ടി ഇവർ പറയാണ് പുള്ളിക്ക് സമാധാനം കൊടുക്കണേന്ന്. എവിടെ മുൻകീറും നക്കീറും വെറുതെ ഇരിക്കുവോ? ബംഗാളികൾ പണിയെടുക്കുന്ന കണക്ക് രാവെളുക്കോടെ നിന്ന് പുള്ളിയുടെ തലക്കുറയിൽ അടിച്ച് പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇനി ആര് സമാധാനം കൊടുക്കാനാ? മറ്റവനാണ് ഈ സമാധാനം കൊടുക്കണേന്ന് പറയുമ്പോ ഇവന് കണ്ണും കാണത്തില്ല, ചെവിയും കേൾക്കത്തില്ല, പിന്നെ എവിടുന്ന് കേൾക്കാൻ ഇവര്? അടിയോടടി. എന്നിട്ട് പറയാ ഇവരുടെ ജീവിതം ഒരിക്കലും സൗദി അറേബ്യക്ക് വല്ല സമാധാനം, ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഏതിനേലും വല്ല സമാധാനം ഉണ്ടോ? ഇസ്രായേലിൽ ഒരു പൂ പൊട്ടി വിടർന്നാൽ ഉടനെ ഉമാർ ഉറക്കം പോവും. ഒരു റോസാപ്പൂ ഒന്ന് പുഷ്പിച്ചാ മതി, അപ്പൊ ഇവരുടെ ഉറക്കം പോവും. ലോകത്ത് ഭയപ്പെട്ട് ജീവിക്കുന്ന, സമാധാനമില്ലാതെ ജീവിക്കുന്ന ഒരേ ഒരു വർഗം ഉണ്ടെങ്കിൽ ഈ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കുന്ന കൂട്ടർ മാത്രമാണ്, അല്ലാതെ വേറെ ആരുമല്ല. മരുന്ന് ഉപയോഗിച്ച് രോഗശമനം സാധ്യമാവുമെങ്കിൽ അങ്ങനെയാകാം, അല്ലെങ്കിൽ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റേണ്ടി വരും. അത് ശരീരത്തിന് ബുദ്ധിമുട്ടും വേദനാജനകമായാലും പക്ഷെ മുറിച്ചു മാറ്റൽ ക്രൂരവും മനുഷ്യത്വരഹിതവുമാണെന്ന് ആരും വാദിക്കുകയില്ല. ആര് വാദിക്കുകയല്ല? മുസ്ലിങ്ങളായിട്ടുള്ളവർ വാദിക്കുകയല്ല. മനസ്സിലായോ? മുസ്ലിങ്ങളായിട്ടുള്ളവർ ആരും വാദിക്കുകയല്ല. എന്ത്? ഈ ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്ന ഈ സാധനം വെച്ചുകൊണ്ട് മനുഷ്യനെ ചികിത്സിച്ച്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് ഉണ്ടാകുന്ന വേദനാജനകമായാലും ഇവനെ മുറിച്ചു മാറ്റിയാല് ആരും തെറ്റാണെന്ന് വാദിക്കുന്നില്ല മനുഷ്യ. അതുകൊണ്ടാണ് ജോസഫ് മാഷിനെ കൈവെട്ടിയപ്പോഴത്തേനും ഇവര് അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ടിടാ ഇടത് കാലും വലത് കാലും ഇടത് കൈയും വെട്ടടാന്ന് ആക്രോശിച്ചുകൊണ്ട് ഖുറാൻ ആയത്തിന്റെ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്ത് ഇത് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ ഏതേലും മുസ്ലിം ഹൃദയം നെഞ്ചത്ത് കൈവച്ചിട്ട് പറയോ ആ ചെയ്തത് തെറ്റാണെന്ന്? അദ്ദേഹത്തിന്റെ കൈയും കാലും വെട്ടിയത് തെറ്റാണെന്ന് പറയുന്ന ഏത് മുസ്ലിമാ ഉള്ളത്? എന്നാൽ അദ്ദേഹത്തിന്റെ ആണോ തെറ്റ്? അതിനു മുമ്പ് ഒരു കാക്കാൻ ഒരു മേത്തൻ എഴുതിയ പുസ്തകത്തിൽ നിന്ന് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഈ പുസ്തകത്തിന്റെ അകത്തേക്ക് ഇങ്ങനെ എഴുതിയത്. അതുപോലെ ആ സമയത്ത് മറച്ചു വെച്ചു. കാരണം അങ്ങനെ ചെയ്യുന്നത് ശരീരത്തിന്റെ തന്നെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ഇതുപോലെ തന്നെയാണ് ജിഹാദിന് സമൂഹത്തിൽ ഉള്ള കൃത്യസ്ഥാനം. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് നിങ്ങളോട് പറയാം. ആദ്യം സന്ദേശം സമാധാന മാർഗത്തിൽ എത്തിക്കുന്നു, എന്നാൽ ആ ശ്രമം ഏൽക്കാതിരിക്കുകയും ഫലം തരാതിരിക്കുകയും ചെയ്താൽ സത്യവാഹകർ വാളൂരുകയും അല്ലാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഈ രാജ്യം ഉണ്ടായപ്പോൾ എത്ര ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു? വേണ്ട, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായപ്പോൾ എത്ര ഹിന്ദുക്കളും എത്ര ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു? ആ സമയത്ത് അവരെന്ത് ചെയ്തു? ഭൂരിപക്ഷമായി നിന്നവർ ന്യൂനപക്ഷമായി നിന്നവരോട് സമാധാന സന്ദേശം മാർഗത്തിൽ എത്തിച്ചു. ഇത് തന്നെ ഈ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം സ്റ്റേജുകൾ വലിച്ചു കെട്ടിക്കൊണ്ട് ഇവിടുത്തെ ദാവാപ്രവർത്തകരും എന്ത് ചെയ്തു? ഇതെല്ലാം നിങ്ങൾ ചോദിച്ചോ സമാധാന സന്ദേശമായിട്ട് നടത്തിയിട്ടുണ്ട്. ഇനി അവർ ചെയ്യാൻ പോകുന്ന പരിപാടിയിലെ ആദ്യത്തെ പടിയായിരുന്നു ജോസഫ് മാഷിനോട് കാണിച്ചത്. ഇനി അവർ ചെയ്യാൻ പോകുന്ന എന്താണ്? സത്യവാഹകർ വാളൂരുകയും അള്ളാഹുവിന്റെ വചനങ്ങൾ അതിജയിക്കുന്നതിന് വേണ്ടി പോരാടുകയും ചെയ്യും. നിങ്ങൾ ഈ കോവിഡ് സമയത്തൊക്കെ നമ്മൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അവര് കുത്തുബ ഓതുമ്പോൾ കയ്യിൽ ഒരു വാളും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എത്ര പേര് കണ്ടിട്ടുണ്ട്? നിങ്ങൾ എത്ര പേര് ആ സമയത്ത് ഫേസ്ബുക്ക് വീഡിയോസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? എത്ര പേര് ഇതിന്റെ അകത്ത് കണ്ടിട്ടുണ്ട്? നിങ്ങൾ ഫേസ്ബുക്കിൽ എത്ര പേര് കണ്ടിട്ടുണ്ട്? ആരെങ്കിലും കാണാത്തവരായിട്ടുണ്ടോ? ഒത്തിരി പേര് കണ്ടിട്ടില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവർക്ക് വാളെടുക്കാൻ ഒരു കുഴപ്പവുമില്ല. ഇവരുടെ കയ്യിൽ ഇവര് വാളിനാൽ സ്ഥാപിക്കപ്പെട്ട മതമാണ്. വാളാണ് ഇവരുടെ ഏറ്റവും വലുതായിട്ടുള്ള ഒരു കാര്യം. കാരണം മുഹമ്മദിന് അറിയാവുന്ന പണി അത് തന്നെയായിരുന്നു. മുഹമ്മദിന് അറിയാവുന്ന പണി അത് തന്നെ ആയതുകൊണ്ട് അവൻ ചെയ്ത പരിപാടി എന്ന് വെച്ചാൽ എന്താണ്? വാള്. അത് തന്നെയാണ് ഈ അഹോരിപുത്രനെ പോലുള്ളവനും പട്ടിക്കും പന്നിക്കുമായിട്ടുണ്ടായവനും ഒക്കെ ഇവിടെ ഇരുന്നിട്ടൊക്കെ ചാറ്റ് ബോക്സിൽ കിടന്ന് കരയുമ്പോ ആലോചിച്ചോണം, നിന്റെയൊക്കെ മുഹമ്മദ് ചെയ്തു വെച്ച കാര്യം കൊണ്ട് നിന്റെയൊക്കെ ആൾക്കാരെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ അഹോരിപുത്ര? എന്നിട്ടാണ് ഇവിടെ കിടന്നിട്ട് കരയുന്നത്, നാണം കെട്ട ജാതി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിന്റെ കാര്യം,
സത്യവാഹർ വാളൂരി നിൽക്കുകയാണ്. അതാണ് ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി രണ്ട് രീതിയിൽ ഇവർക്ക് എന്ത് ചെയ്യാം? ജിഹാദിന്റെ മതവിധിയുണ്ട്. ആ മതവിധിയില് മനുഷ്യനെ എങ്ങനെ വേണേലും ഇവർക്ക് കൊല്ലാം, ഒരു കുഴപ്പമില്ല. കൊന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്താണെന്നറിയോ? ഇവർക്ക് പരലോകത്തിൽ നിന്ന് ഇവർക്ക് പരലോക ശിക്ഷയുണ്ട്. ശിക്ഷയിൽ നിന്ന് ഇവർക്ക് രക്ഷപ്പെടാം. എങ്ങനെയാണെന്നറിയാവോ? അതിന് ഇബ്രാഹിം 27-ാമത്തെ ആയത്ത്, സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അല്ലാഹു സുസ്ഥിരമായ വചനത്താൽ സ്ഥൈര്യം നൽകുന്നു. ഇഹലോക ജീവിതത്തിലും പരലോകത്തും അക്രമികളെ അല്ലാഹു വഴികേടിലാക്കുന്നു. അല്ലാഹു അവൻ ഇച്ഛിച്ചത് എന്തും ചെയ്യും. വെറും തോന്നിവാസിയല്ലേ ഇപ്പൊ തോന്നുന്ന സമയത്ത് പുള്ളിക്കാണാൻ മറവിരോഗമുണ്ട്. തോന്നുന്ന സമയത്ത് സകല പരിപാടിയും ചെയ്തു. അത്രക്കൊരു പക്ക തോന്നിവാസിയല്ലേ ഇവൻ? പക്ക തോന്നിവാസിയാണ്. കാരണം പുള്ളിക്ക് ഇച്ഛിക്കുന്ന തോന്നിവാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവനായത്തെന്ന് പറയാൻ അവനവന് ഇഷ്ടം. ഇനി അതിന് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പരലോകം മഹാഭീതിജനകമാണ്. ഒന്നുകിൽ ജനങ്ങൾ സന്തുഷ്ടരായിക്കൊണ്ട് സ്വർഗത്തിലേക്ക്, അല്ലെങ്കിൽ സന്തുഷ്ടരായിക്കൊണ്ട് നരകത്തിലേക്കും. എന്നാൽ ഷഹീദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിക്കാണ് ഇവര് ഷഹീദ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നെല്ലാം സുരക്ഷിതനാണ്. ഇത്തരം ദുരിതങ്ങൾ ഒന്നും തന്നെ അവനെ ബാധിക്കുകയില്ല. അവൻ പ്രാണവേദന അനുഭവിക്കുകയുമില്ല. കേട്ടല്ലോ? പൊട്ടിച്ചിതറാൻ ചെല്ലുന്നവനെ അവന്റെ ഒറ്റ പൊട്ടലേ ഉള്ളല്ലോ, അതുകൊണ്ട് പ്രാണവേദന ഒന്നുമില്ല. എടാ എന്റെ പൊന്നെ, നീയൊക്കെ പൊട്ടിച്ചിതറാൻ പോകുമ്പോഴത്തേനും നിന്റെയൊക്കെ പ്രവാചകനായ മുഹമ്മദ് എത്രയോ നാള് പ്രാണവേദന എടുത്തിട്ട് എന്റെ പൊന്നെ ആയിഷ ജീവനാടി മുറിഞ്ഞു പോകുന്നടി എന്നും പറഞ്ഞിട്ട് എത്രയോ ദിവസം കിടന്ന് പ്രാണവേദന എടുത്തു. എടാ മുഹമ്മദിൽ ഉത്തമ മാതൃകയുണ്ടെങ്കിൽ നീയൊക്കെ ഒറ്റയടിക്ക് തീരുകയല്ലേ ഉണ്ട്. ഈ പുള്ളിയെ പോലെ ഏതെങ്കിലും ജൂത സ്ത്രീയുടെ കയ്യിൽ നിന്ന് വിഷം മേടിച്ച് അടിച്ചിട്ട് എന്ത് ചെയ്യണം? നാളുകളോളം കിടക്കണം കട്ടിലേല്. നിസ്കരിക്കാൻ എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേനും കാലൊക്കെ ഇട്ട് എഴയണം. എന്നാലേ നീയൊക്കെ മുഹമ്മദിന് ഉത്തമ മാതൃകയാണെന്ന് പറയാൻ പറ്റൂ. പ്ലേഗ് വന്ന് മരിക്കാൻ നീയൊക്കെ ദുആ ചെയ്യണം. കാരണം രക്തസാക്ഷിത്വമാണെന്ന് പറയുന്നത്. പ്ലേഗ് രോഗത്തിൽ മരിക്കുന്നവൻ രക്തസാക്ഷിയാണ്. അതൊക്കെ ദുആ ചെയ്ത് വേണ്ടേ നീയൊക്കെ ചാകാൻ? ഈ പാവങ്ങളുടെ കഴുത്തേലോട്ട് കൊണ്ട് കത്തി വെച്ചിട്ട് നിനക്ക് എന്ത് കിട്ടും? അപ്പൊ റസൂല് പറഞ്ഞു തിർമിദിക്കകത്ത്, തിർമിദി 109, അന്നസായി 36, ഇബ്നു മാജ 937 റസൂൽ പറഞ്ഞു, ഷഹീദിനൊരു നുള്ളൽ വേദനയല്ലാതെ ഒന്നും തന്നെ മരണസമയത്ത് അനുഭവിക്കപ്പെടുകയില്ല. അങ്ങനുണ്ട്. ഈ അള്ളാഹുവിന്റെ മാർഗത്തിലെ രക്തസാക്ഷിക്ക് ഒരു നുള്ളൽ വേദനയല്ലാതെ ഒന്നും തന്നെ മരണസമയത്ത് അനുഭവിക്കപ്പെടുകയില്ല. അങ്ങനെയാണോ ചെയ്യുന്നത്? ശരിയാണല്ലോ. ഈ ആഴ്ച സുന്നി പള്ളിയിലാണെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഷിയാ പള്ളിയിൽ, അടുത്ത ആഴ്ച ഷിയാ പള്ളി ആണെങ്കിൽ ഈ ആഴ്ച സുന്നി പള്ളിയിൽ പൊട്ടലോട് പൊട്ടല്. എന്നിട്ട് പറയാം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണോ വളരുന്നത്? മുഹമ്മദിന്റെ ജീവിതകാലം മുതൽ മുഹമ്മദ് യുദ്ധത്തിനിറങ്ങി തിരിച്ച കാലം മുതൽ ഈ 2024 ഈ ആഗസ്റ്റ് 14 വരെ നിങ്ങൾ കണക്കെടുത്ത് നോക്കിക്കോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ തമ്മിൽ വെട്ടിയും കുത്തിയും ബോംബെറിഞ്ഞും ചത്തത് ഈ ടീമുകൾ തന്നെയാ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള കണക്കിൽ തമ്മിൽ മുസ്ലിങ്ങൾ കൊന്നു തിന്നത് വെച്ച് അല്ലെങ്കിൽ കൊന്നു കളന്നത് വെച്ച് നിങ്ങൾ കണക്ക് നോക്കിയാലും ഇനിയുള്ള ജനറേഷനിൽ പോലും മൊത്തം മുസ്ലിം ആയാലും കണക്കെത്തത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേര് ഇസ്ലാമിലേക്ക് ചെല്ലുമ്പോഴത്തേനും ഇവന്മാർ ഉടനെ പറയും ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കേൾക്കുമ്പോഴത്തേനും ദേഷ്യം കയറുന്ന ഏതേലും അള്ളാഹു ബാധിച്ച ഒരുത്ത നേരെ പോയി സുന്നിയുടെ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച അങ്ങ് പൊട്ടിക്കും. അപ്പൊ എത്ര എണ്ണം പോയി? 50 എണ്ണത്തിൽ 40 എണ്ണം, അല്ല 50 എണ്ണവും തീർന്നു. അപ്പോഴും 10 എണ്ണേ കയറിയിട്ടുള്ളൂ, ബാക്കി 40 എണ്ണം നഷ്ടമാണ്. അടുത്ത ആഴ്ച ഷിയ പള്ളിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യും? ഇവനൊക്കെ പൊട്ടിക്കും. അപ്പോഴും എത്രയായി? ഒരു 100 എണ്ണം പോയി. അപ്പോഴും ഈ 10 എണ്ണത്തിൽ 90 എണ്ണം പിന്നെയും പെൻഡിങ്ങാ. എന്നിട്ട് പറയും ഇസ്ലാം ഭയങ്കര വളർച്ചയാണ്. അപ്പൊ ഈ ഷഹീദിനൊരു നുള്ളൽ വേദന മാത്രം ഉണ്ടെങ്കിൽ ഈ നുള്ളൽ വേദനയില് അതിനൊരു വിശദീകരണം കൊടുത്തിരിക്കുന്നത് എങ്ങനെ അറിയോ? അല്ലയോ സഹോദര, എടാ ചാകാൻ പോകുന്നവനെ, എടാ നുള്ളൽ വേദന എടുത്ത് മരണസമയത്തിലേക്ക് അടുക്കുന്നവനെ, അതുകൊണ്ട് അല്ലയോ സഹോദര, അതുകൊണ്ട് ഈ അവസരം കവരുന്നതിൽ നിന്നും താങ്കളെ എന്താണ് തടയുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നുള്ളു വേദന അനുഭവിക്കാൻ നീ ഷഹീദായിട്ട് പോകുന്നതിൽ എന്താണ് തടയുന്നത്? അങ്ങനെ നീ ഷഹീദായാൽ നിനക്ക് കിട്ടുന്ന ഓഫറിനെ പറ്റി പറയുന്നത് ഇവിടെ കേട്ടണം. ഇവന് കിട്ടുന്ന ഓഫർ: നിങ്ങൾക്ക് ഖബറിലെ ശിക്ഷയിൽ നിന്ന് മുക്തനാകാം, ഭയങ്കരമായ ചോദ്യോത്തര വേളയിൽ സുസ്ഥിരനാകാം, വിചാരണ നാളിൽ വിജയശാലിയാവാം, മഹത്തായ പ്രതിഫലം നേടാം. ഷഹീദ് അള്ളാഹുവിന്റെ അടുക്കൽ മരണപ്പെടുന്നില്ല. അവന്റെ അടുക്കൽ നിന്ന് എന്നെന്നും അവർക്ക് ജീവിത വിഭവം നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കും.
ഭയമോ ദുഃഖമോ അവനെ അലട്ടുകയില്ല. അല്ലാഹു അവനെ അനുഗ്രഹിച്ചതിലും സമ്മാനിച്ചതിലും അവൻ എന്നെന്നും സന്തുഷ്ടനും ഉല്ലാസവാനുമായിരിക്കും. അവന്റെ ആത്മാവ് സ്വർഗത്തിലെ അത്യുന്നതങ്ങളിൽ പറന്നുകൊണ്ടിരിക്കുന്ന പച്ചപ്പറവകളിലായിരിക്കും. ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ അത്യന്തവും വേദനയേറിയ സാധാരണ മരണവും തമ്മിൽ എത്ര വ്യത്യാസം! ആർക്ക് ഈ സൗഭാഗ്യം കിട്ടുന്നുവോ അവൻ എത്ര സന്തുഷ്ടൻ. എന്റെ മഹാഭാവി, ഇവൻ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ? മുസ്ലിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയമാണ് ഖബർ ശിക്ഷ, ഖബർ ദണ്ഡനം, ഖബറിന്റെ അകത്തേക്ക് ഇവരുടെ എല്ലാ നോമ്പ് സമയത്തും നിങ്ങൾ നോക്കിയോ, എവിടെ വയല് പ്രസംഗം നടത്തിയാലും തീരുന്നതിനും ഉടനെ ദുആ ചെല്ലുന്ന എന്താണ്? ഞങ്ങളെ ഖബർ ശിക്ഷയിൽ നിന്നും ഖബർ പരീക്ഷണത്തിൽ നിന്നും ഞങ്ങളുടെ ഖബറിലെ വിശാലമാക്കി തരണേ നാഥ. ഇമാരെന്താ അതിനകത്ത് ഫുട്ബോൾ കളിക്കാൻ പോകുന്നു വിശാലമാക്കി കൊടുക്കാൻ? ഞാൻ ആദ്യമേ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നത്. പിന്നീടാ മനസ്സിലായത് ഈ രണ്ട് കണ്ണുപൊട്ടന്മാർക്ക് ഇറങ്ങി നിന്ന് പണിയെടുക്കാനുള്ള, അതുകൊണ്ടാണ് വിശാലമാക്കാൻ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? കാരണം രണ്ടുപേരും ഇറങ്ങി നിന്നിട്ട് എഴുന്നേപ്പിച്ചിരുത്തി അടിക്കണ്ടേ. ഇതാണ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്, ഖബർ. പക്ഷെ ഇങ്ങനെ ഒരു ഷഹീദായാൽ, ഒരു രക്തസാക്ഷി ആയാൽ അവനിതൊന്നുമില്ല. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് മുക്തനാകാം, ഭയാനകരമായ ചോദ്യോത്തരവേളയിൽ നിന്ന് രക്ഷപ്പെടാം, വിചാരണ നാളിൽ അവൻ വിജയശാലിയാവാം. മുഹമ്മദിന് പോലും വിചാരണയുണ്ട്. മുഹമ്മദിന് പോലും ഇപ്പൊ എന്തോ ഖബറിൽ കിടന്ന് അടിമേടിച്ചോണ്ടിരിക്കുക. അവിടെ ചോദ്യോത്തരവേളയിൽ നിന്ന് പുള്ളി നട്ടം തിരിഞ്ഞ് 8ഉം 10ഉം പറയാതെ കിടന്നുകൊണ്ട് അടിമേടിച്ചോണ്ടിരിക്കുക. അവിടുന്ന് ഈ ഷഹീദായിട്ടുള്ള മുഹമ്മദിന്റെ പിൻഗാമിയായ അപ്പനേക്കാളും അമ്മയെക്കാളും ബന്ധുമിത്രാദികളെക്കാളും സ്വന്തം ജനങ്ങളെക്കാളും മുഹമ്മദിൽ വിശ്വസിച്ച് പൊട്ടിച്ചിതറിയ ഇവന് ഇതിൽ നിന്നെല്ലാം രക്ഷയാണ്. പക്ഷെ മുഹമ്മദിനെ ഇപ്പോഴും അടിയിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ അതൊന്ന് ചിന്തിക്കണേ, ഒന്നും മനസ്സിലാക്കണേ. ആരിപ്പോ ഈ ദുഃഖമോ ഒന്നും അവിടെ ഇല്ല. എന്നിട്ട് പറയാണ് ഇങ്ങനെയുള്ള ശ്രേഷ്ഠമായ അന്ത്യവും വേദനയേറിയ സാധാരണ മരണവും തമ്മിൽ എത്ര വ്യത്യാസം ഉണ്ടെന്ന്. എങ്ങനെയുണ്ട്? സാധാരണ മരണം വേദനയേറിയ, മുഹമ്മദിനെ പോലെ ആയിഷ ജീവനാടി മുറിഞ്ഞു പോകുന്ന പോലെ, അല്ലെങ്കിൽ മറ്റേ ദിദാത്തിനെ പോലെ നാളുകളോളം കട്ടിലിൽ കിടന്ന് നരകിച്ച് തീരുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് പൊട്ടിച്ചേർന്നതാണ്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ. സാക്കിർ നായിക്, MM അക്ബർ, ഈ ദിദാത്ത്, ഇവരുടെയൊക്കെ നേതാവായിട്ടുള്ള മുഹമ്മദ്, ഇവരെല്ലാം ഈ പണിക്ക് പോകാൻ വേണ്ടി എല്ലാരെയും ആഹ്വാനം ചെയ്തു. ശരിയല്ലേ? എല്ലാരെയും ആഹ്വാനം ചെയ്തു. ഇവന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ബുദ്ധിയും മുഹമ്മദിന്റെ ആത്മാവും കയറിപ്പോ എല്ലാം ഈ പണിക്ക് പോവുകയും ചെയ്തു. മുഹമ്മദിന്റെ മരണം എങ്ങനെയായിരുന്നു? നരകിച്ചു ചത്തു. ഈ ദിദാത്തിന്റെ എങ്ങനെയായിരുന്നു? നരകിച്ചു ചത്തു. ഇനി സാക്കിർ നായിക്ക് MM അക്ബറിന്റെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമുക്ക് ദൈവം അനുവദിച്ചാൽ നമുക്ക് കാണാം. ഇനി ഇവന്മാരുടെ വാക്ക് കേട്ട് പോയവരെല്ലാം ഇപ്പൊ അവിടെ പച്ചപ്പക്ഷിയായിട്ട് പറന്നു കിടക്കുക. മനസ്സിലായിക്കോണം, പച്ചപ്പക്ഷിയായിട്ട് പറന്നു കിടക്കുക. പക്ഷെ ഇവന്മാരെന്ത് ചെയ്തു? നരകിച്ച് ചത്തു. ഈ ആഹ്വാനം കൊടുത്തു വിട്ടവന്മാരെല്ലാം നരകിച്ച് ചത്തു. ബാക്കിയുള്ളവരെല്ലാം എന്ത് ചെയ്തു? ഇതെന്താ സംഭവം എന്നറിയോ? ഞാൻ ആദ്യം പറഞ്ഞ ഒരു വാക്യവും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആദ്യത്തെ വാക്യം എന്തായിരുന്നു? നിങ്ങളെ കൊല്ലുന്നവനെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നെന്ന് വിചാരിക്കുന്നതാണ്. അതെ, മനുഷ്യനെ കൊന്നു തിന്നുന്ന അവന്റെ ദൈവത്തിന്, അള്ളാഹുവിന് വഴിപാട് കഴിക്കുകയാണ്. വഴിപാടിനെ പറ്റി എല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എവിടാണ് ഈ പറയുന്ന ഈ ബംഗ്ലാദേശിൽ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അവിടെ ഈ പാവങ്ങളെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഇവര് ചെയ്യുന്നതിനെല്ലാം അള്ളാഹുവിന്റെ നാമത്തിൽ, മുഹമ്മദിന്റെ ബലത്തിൽ ഇവർക്ക് ഖുറാന്റെ അകത്തും ഹദീസിന്റെ അകത്തും ഈ സാധനങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ഉപദേശവും കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇനി ഈ ഗനീമത്ത് നിയമങ്ങളും, ഗനീമത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ബംഗ്ലാദേശിലും മറ്റുള്ള സ്ഥലങ്ങളിലും കണ്ടതുപോലെ ഈ പാവപ്പെട്ടവന്റെ കൊള്ള മുതലടിച്ച്, ഇപ്പം കാശ്മീർ പണ്ഡിറ്റുകളുടെ എല്ലാ സാധനവും അടിച്ചെടുത്തുകൊണ്ട് പോയി. അവർക്ക് എന്തായിരുന്നു? ഒന്നുമില്ല. നിങ്ങളിപ്പോ സോഷ്യൽ മീഡിയ നോക്കിയേ, ബംഗ്ലാദേശില് ടയർ കച്ചവടക്കാരന്റെ ടയറ്, വീട്ടിലെ പാത്രങ്ങള്, അതുകൊണ്ട് അവിടുത്തെ മന്ത്രിയായിരുന്ന ആ സ്ത്രീയുടെ ഷഡ്ഡിയും ബ്രേസറും എല്ലാം എടുത്തുകൊണ്ട് പോയി. എടാ, ഇതിനെന്താ ഈ കൊണ്ടുപോകുന്ന കാര്യം എന്താണെന്ന് ഒരു പിടുത്തം കിട്ടില്ല. പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുഹമ്മദിന് ഈ തുണി മൂട്ടിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഈ ഒരു ചുവന്ന വെൽവെറ്റും അടിച്ചുകൊണ്ട് പോയ മനുഷ്യനാര്? ഈ മുഹമ്മദ്. അപ്പൊ ആ മാതൃകയല്ലേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ സ്ത്രീയുടെ ചുവന്ന തുണി അടിച്ചുകൊണ്ട് പോയതാണ് ഈ മുഹമ്മദ്. അപ്പൊ അവളെ കിട്ടിയില്ലെങ്കിൽ അവളുടെ തുണി, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ഈ ബംഗ്ലാദേശ് മന്ത്രിയെ കിട്ടിയില്ല, സ്ത്രീയായ മന്ത്രിയെ കിട്ടിയില്ല, നിന്നെ കിട്ടിയില്ല വേണ്ടടി, നിന്റെ തുണി എടുത്തുകൊണ്ട് പോവുക. കാരണം എന്തെങ്കിലും ഒരു നാൾ അവള് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു തുണി പോലും ആ വീട്ടിൽ കാണരുത്. അത് ഇവരുടെ ബുദ്ധിയിൽ ഉണ്ടായതല്ല. നിങ്ങളത് മനസ്സിലാക്കണം. അത് ഇവരുടെ ബുദ്ധിയിൽ ഉണ്ടായതല്ല, ഇവരുടെ പ്രമാണമാണ്.
ഇവരുടെ പ്രമാണത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ ഈ ഗനീമത്ത് എന്ന് പറയുന്നത് എന്താ അറിയോ? യുദ്ധവേളയിൽ ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുക്കുന്ന സ്വത്തുക്കൾക്കാണ് ഗനീമത്ത് എന്ന് പറയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ യുദ്ധാർജിത സ്വത്ത് എന്ന് പറയും. ഗനീമത്ത് എന്ന് വെച്ചാൽ യുദ്ധാർജിത സ്വത്ത്. യുദ്ധത്തിൽ പോയിട്ട് ആരോടാ യുദ്ധം? അള്ളാഹുലും മുഹമ്മദിലും വിശ്വസിക്കാത്ത, അതല്ലേ ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടെ പഠിക്കുന്ന പെൺകുട്ടിയെ വരെ അവര് എന്ത് ചെയ്യാണ്? ഒന്നെങ്കിൽ ഇസ്ലാം അല്ലെങ്കിൽ നീ പോവുക. ഈ കലാപമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിലുള്ള കലാപമായതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാ സാംസ്കാരിക നായകളുടെയും വായില് പഴമാണ്. എന്തോ ചവ് അങ്ങാണ്ടിട്ട് കടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങോട്ട് ഇറക്കിയിട്ട് വേണം ഏമ്പക്കം വിടാൻ. ഇങ്ങനെ വായിക്കാത്തിട്ട് കടിച്ചുകൊണ്ടിരിക്കുക. സകല 24 എന്നല്ല, എല്ലാ സോഷ്യൽ മീഡിയ ചാനലുകളും, എല്ലാ TV ചാനലുകളും ഈ ചവ് തിന്നുകൊണ്ടിരിക്കുക. ആരോ നല്ല കട്ടിക്ക് ശാലം ചവ് കൊടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഇട്ട് വായിക്കാത്തിട്ട് ഇങ്ങനെ അയവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇനി വേറെ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നോക്കിയോ, നേരെ അങ്ങോട്ട് പോകും. ഷേവ് ഗാസ, മൊത്തം ഷേവ് സെറ്റ് മേടിച്ചോണ്ട് ഗാസയ്ക്ക് പോകുന്നതാണ് കുറെ എണ്ണം നടക്കുന്നത്. അപ്പോൾ ഈ ഗനീമത്ത് സ്വത്ത് മേടിച്ച് അടിച്ചെടുത്തു കഴിഞ്ഞാൽ അതിന് വീതം വെപ്പുണ്ട്. വീതം വെപ്പിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഗനീമത്ത് സ്വത്തുക്കൾ ശേഖരിച്ചതിന് ശേഷം അതിന്റെ കടത്ത് ചിലവും സൂക്ഷിപ്പ് ചിലവും കഴിച്ച് പിന്നെ അതിനെ 5 ആയി ഭാഗിക്കുന്നു. അതിൽ 4 ഭാഗം ജിഹാദിൽ പങ്കെടുത്ത മുജാഹിദുകൾക്ക് വീതിച്ചു നൽകുന്നു. ശേഷിച്ച 5-1 വീണ്ടും 5 ആയി തിരിക്കുന്നു. ഗുംസിന്റെ അവകാശികൾ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്വത്തുക്കൾ എത്രത്തോളം അടിച്ചുകൊണ്ട് വരുന്നുണ്ടോ അതിന് മുഴുവനും ഇവര് ഭാഗിച്ചെടുക്കും. ഭാഗിക്കുന്നതിന്റെ രീതി 5 രീതിയിലാണ്. ഒന്ന്, അള്ളാഹുവിനും അവന്റെ റസൂലിനും ഈ അള്ളാഹുവിനും അവന്റെ റസൂലിനും ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ട കാര്യം, കാരണം അന്ന് മുഹമ്മദ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് മുഹമ്മദ് ആ നിയമം വെച്ചത്. ഇന്ന് മുഹമ്മദ് ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്ന പരിപാടി ഇത്. ഇസ്ലാമിലെ മസ്ജിദുകൾ, പ്രതിരോധം തുടങ്ങിയ പൊതു മുസ്ലിം ക്ഷേമത്തിന് ഉപയോഗിക്കുന്നു. ഏത്? ഇപ്പൊ ഈ കൊള്ള മുതലായിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന സകല സ്വത്തുക്കൾ ഒന്നുകൂടെ നിങ്ങൾ കേട്ടോണം. ഇസ്ലാമിലെ മസ്ജിദുകൾ പ്രതിരോധം തുടങ്ങിയ പൊതു മുസ്ലിം ക്ഷേമത്തിന് ഉപയോഗിക്കുന്നു. ആരുടെ സ്വത്ത്? പാവപ്പെട്ട ബാക്കിയുള്ളവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്ത് ഇസ്ലാമിലെ മസ്ജിദുകൾക്ക്. മസ്ജിദിന്റെ അകത്ത് എന്തിനാണ് ഇതിന് മാത്രം കാശ് പിരിച്ചെടുക്കുന്ന കാശ്? ഇനി പൊതു മുസ്ലിം ക്ഷേമത്തിന്, ഈ പൊതു മുസ്ലിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഇപ്പൊ തന്നെ പലതും സർക്കാരിന്റെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്തത്, റസൂലിന്റെ കുടുംബക്കാർ, നേർ കുടുംബക്കാർക്ക് ഈ പിരിക്കുന്നതിൽ നിന്ന് കൊടുക്കണം. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഹജ്ജിന്റെ ഇടപാടെന്ന് തോന്നുന്നു. എന്റെ ഒരു സംശയമാണ്. നേരിട്ട് ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ റസൂലിന്റെ കുടുംബത്തിൽ ഇരിക്കട്ടെ പോക്കറ്റ് മണി കൊടുക്കാൻ പറ്റുമെന്നിട്ടായിരിക്കും ഈ ഹജ്ജ് എന്ന് പറയുന്ന പരിപാടി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇനി മൂന്നാമത്തെ, അനാഥകൾക്ക് കൊടുക്കണം. ആരാ അനാഥകള്? ഇവന്മാര് തന്നെ പോയി വെട്ടിക്കൊന്നിട്ട് കൊണ്ടുവരുന്നതാണ് അനാഥകള്. ഇനി പാവപ്പെട്ടവര്, ആരാ പാവപ്പെട്ടവര്? ഈ യുദ്ധം നടക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവുമല്ലോ, അത് തന്നെ. ഇനി 5 വഴിയാത്രകര്. ആര് വഴിയാത്രകര്? ഈ കടന്നുകൊണ്ട് വിളിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഇമാം അബൂ ഹനീഫയുടെ അഭിപ്രായത്തിൽ ആദ്യത്തെ 2 വിഹിതം റസൂലിന്റെ മരണത്തോടെ ഇല്ലാതായി. അതിനാൽ ഗുസ്മ ഇപ്പോൾ 3 ആയി ഭാഗിക്കുന്നു. ഇമാം മാലിക്കിന്റെ അഭിപ്രായത്തിൽ ഗുസ്മ മുഴുവനും മുസ്ലിം ഖജനാവിലേക്ക് നിക്ഷേപിച്ച് ഇമാമിന്റെ ഭരണാധികാരി തീരുമാനത്തിനനുസരിച്ച് പൊതുവായി ചെലവഴിക്കാം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ചില സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് സ്ഥലത്തിന് വില കൂടുന്നതും പെട്ടെന്ന് അവിടെ ഒരു ടൗൺഷിപ്പ് പോലൊക്കെ കയറി വരുന്നതും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും പറയും, ആ കണ്ടോ, പെട്ടെന്ന് അവരിങ്ങോട്ടൊന്ന് കുറച്ച് കടയിട്ടപ്പോഴത്തേനും അങ്ങ് റൂട്ട് അങ്ങ് മാറി. നിങ്ങളുടെയൊക്കെ ഇതൂടെ വെച്ചുകൊണ്ട് തന്നെയാ പറയുന്നത്. അത് ഉടനെ നമ്മൾ ചിന്തിച്ചോ, അതിനടുത്തുള്ളവര് ആരോ ഇതിനു വേണ്ടി സാമ്പത്തികമായിട്ടുള്ള ഇത് ഇറക്കുന്നുണ്ട്. കാരണം ഇത് ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ചരിയാണ്. ഇവിടെ പറയുന്നത് ഇബ്നു തൈമ ഈ അഭിപ്രായത്തിന് ശരിവെക്കുന്നത് ആയിരുന്നത്രേ. മുൻകാല സച്ചരിത ജിഹാദിൽ പങ്കെടുത്ത എല്ലാവർക്കും യുദ്ധം ചെയ്താലും ഇല്ലെങ്കിലും ഗനീമത്ത്, നേരത്തെ ഞാൻ പറഞ്ഞു, യുദ്ധാർജിത സ്വത്ത് വിഹിതം ലഭിക്കണമെന്ന് പണ്ഡിതന്മാർ വിധിക്കുന്നു. സൈന്യത്തിൽ ചേർന്ന് പിന്നെ രോഗം മൂലം ഒരാൾക്ക് പോരാട്ടത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെ വന്നാലും അയാൾക്ക് ഗനീമത്തോഹരിയുണ്ട്. അന്ധനോ ഒരു കാലം മാത്രമുള്ള ആളോ ഉപകാരിയാകുന്നുണ്ടെങ്കിൽ അവർക്കും വീതം ലഭിക്കേണ്ടതാണ്. 5-ൽ 4 മുജാഹിദുകൾക്കിടയിൽ വീതിക്കുന്നത് ഇപ്രകാരമാണ്: കുതിര പോരാളിക്ക് 3 ഓഹരി, അതിൽ 1 കുതിരകൾക്കും 2 കുതിരയ്ക്കും കാലാൾക്ക് 1 ഓഹരി. യുദ്ധം കഴിഞ്ഞതിന് ശേഷം എത്തിപ്പെടുന്ന ശാക്തീകരണ സൈന്യത്തിന്
ഗനീമത്ത് വിഹിതമുണ്ടോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാർക്ക് പിന്നെ പണ്ഡിതന്മാർക്ക് മൊത്തം അഭിപ്രായ വ്യത്യാസമാണല്ലോ. തെക്കോട്ടൊരെണ്ണം വടക്കോട്ടൊരെണ്ണം എങ്ങോട്ട് തിരിഞ്ഞാലും മൊത്തം അഭിപ്രായ വ്യത്യാസമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, കുട്ടികളിൽ പോലും, കൊച്ചു കുട്ടികളിൽ പോലും ഇപ്പോൾ നിങ്ങൾ ബംഗ്ലാദേശിലേക്കും മറ്റുള്ള സിറിയയിലേക്കോ അല്ലെങ്കിൽ നമ്മൾ ഇസ്രായേലിലേക്ക് നോക്കുമ്പോൾ കുട്ടികളെ ഇറക്കി വിടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ആ കുട്ടികൾക്ക് പോലും ഗനീമത്തിന്റെ ഓഹരി ഉണ്ട്. അവർ വളർന്നു വരുമ്പോഴത്തേനും ആ ഗനീമത്തിന്റെ ഓഹരി ഇപ്പോഴേ അവർ മാറ്റിയിടുകയാണ്. ആ മാറ്റിയിടുമ്പോൾ വളർന്നു വരുമ്പോൾ ഇവർക്ക് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇമാം ഇല്ലാതെ മുസ്ലിങ്ങൾ പോരാടിയാൽ ഗനീമത്ത് അവർക്കിടയിൽ വീതിച്ചെടുക്കാവുന്നതാണ്. എന്നാൽ ഗനീമത്തിൽ അടിമകളാക്കപ്പെടേണ്ട സ്ത്രീകൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇമാം തീരുമാനിക്കുന്നത് വരെ അത് വീതിക്കാവുന്നതല്ല. കാരണം നല്ലതിനെ പുള്ളിക്ക് കിട്ടണം. ബാക്കിയുള്ള സ്വത്ത് മുഴുവൻ എന്ത് ചെയ്യാം, ഈ പുള്ളി ഇല്ലെങ്കിലും ഇമാം ഇല്ലെങ്കിലും വീതിച്ചെടുക്കാം. അടിമ സ്ത്രീകൾ ഉണ്ടെങ്കിൽ വീതിക്കരുത്, പുള്ളിക്ക് കിട്ടണം. അത് മുഹമ്മദിന്റെ ഒരു ചര്യ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഈ മുഹമ്മദ് എന്ന് പറയുന്ന മഹാഭാവി ചെയ്തിരിക്കുന്ന ഒരു ചര്യ നിങ്ങൾക്ക് അറിയായിരിക്കും. ഏതാ? ഒരു പെണ്ണിനെ കണ്ടപ്പോ സൗന്ദര്യം തോന്നിയിട്ട് വേറെ 3 കൊടുത്തിട്ട് ഇവിടെ ഇങ്ങ് എടുത്തല്ലോ. ആ ചര്യ ഇവിടെ ഉണ്ടേ. ഇതെല്ലാം ചെയ്യുന്നത് ഇതാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് പോലും ഏത് രീതിയിലാ? ഇസ്ലാമിന്റെ പ്രമാണ പുസ്തകങ്ങളുടെ ആശയത്തിന് കീഴിൽ തന്നെയാണ്. ഇനി ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മുസ്ലിങ്ങളിൽ നിന്ന് മുമ്പ് ശത്രുക്കൾ അന്യായമായി എടുത്ത സ്വത്തുക്കൾ ഗനീമത്തായി തിരിച്ചു വന്നാൽ അത് വീതിക്കപ്പെടുന്നതിന് മുമ്പ് അതിന്റെ യഥാർത്ഥ അവകാശികൾ ആചരുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഏതാ? കൊടുത്തതുവാ. ഏതെങ്കിലും ഒരുത്തൻ ജീവനോടുണ്ടെങ്കിലല്ല, മുസ്ലിമായി നിൽക്കുന്ന ഒരുത്തൻ ജീവനോടുണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടി വരത്തുള്ളൂ. ഇനി അനഫി മദ്ഹബില് പറയുന്നുണ്ട് കുട്ടികളുടെ ജിഹാദുമായിട്ട് വേണ്ട. കുട്ടികൾ ജിഹാദ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കാലാൾ ഓഹരിയിൽ കുറഞ്ഞത് ലഭിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ കുട്ടികൾക്ക് ജിഹാദിൽ എന്തുണ്ടെന്ന്? കൊച്ചു കുട്ടികളെ ഇസ്രായേൽ പട്ടാളത്തിന് മുമ്പിലേക്കും കൊച്ചു കുട്ടികളെ ബംഗ്ലാദേശിൽ ഇപ്പോൾ വലിയവരുടെ നേരെയും ആയുധങ്ങളുമായിട്ട് ഇറക്കി വിടുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, കുറച്ചു നാൾ കഴിയുമ്പോൾ കൊച്ചു കുട്ടികൾ മുഴുവനും ഈ ഓഹരിയിലൂടെ സമ്പന്നന്മാരാകും. അതുപോലെ സേവനത്തിനും ശുശ്രൂഷയ്ക്കും പങ്കെടുക്കുന്ന സ്ത്രീകൾക്കും റദ്ഖ് ലഭിക്കുന്നു. അതുപോലെ ചില മുജാഹിദുകൾക്ക് പ്രോത്സാഹനമായും റദ്ഖ് നൽകാം. റസൂൽ സലമ ഇബ്നു കാലാളായിട്ടും കുതിരപ്പോരാളിയുടെയും ഓഹരി നൽകി. അപ്പൊ നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് ശ്രദ്ധിക്കൂ. ആൺകുട്ടികളെക്കാൾ എന്ത് വീറോടുകൂടിയാണ് പെൺകുട്ടികൾ പോയിട്ട് ആക്രമിക്കുന്നത് മറ്റുള്ളവരെ. നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതെല്ലാം ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇത് ഇസ്ലാമിക ഖുറാന്റെ ആയത്തിന്റെയും അതേപോലെ തന്നെ ഹദീസുകളുടെയും ഇസ്ലാമിക മറ്റ് കർമ്മശാസ്ത്ര പുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾ തന്നെ ഇറക്കി എഴുതി വിട്ടിരിക്കുന്ന പുസ്തകത്തിൽ നിന്നാണ് ഈ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ഓർത്തോ, അവർ ദൈവത്തിന് വേണ്ടി കൊല്ലുന്ന നാഴിക അടുത്തുകൊണ്ടിരിക്കുന്നു. അവരത് ചെയ്യുകയും ചെയ്യും. അതിന് അവരടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സൽബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സൽബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സൽബ് എന്നുള്ള അറബി വാക്കാണ്. സൽബ് എന്നാൽ അവിശ്വാസിയെ കൊല്ലുന്ന മുസ്ലിമിന് സ്വന്തമായി എടുക്കാവുന്ന കൊല്ലപ്പെട്ടവന്റെ കൂടെയുള്ള വ്യക്തിപരമായ സാധന സാമഗ്രികളാണ് ഇതിന്റെ നിബന്ധനകൾ. മനസ്സിലായോ? സൽബ് എന്ന് വെച്ച് കഴിഞ്ഞാല് അവിശ്വാസിയെ കൊല്ലുന്ന മുസ്ലിമിന് ആ അവിശ്വാസിയുടെ സ്വത്ത് എടുക്കാൻ പറ്റും. ആ കൊല്ലപ്പെട്ടവന്റെ കൂടെയുള്ള അവന്റെ വ്യക്തിപരമായ സാധന സാമഗ്രികളെ ഇവനെടുക്കാം. അതിന് നിബന്ധനകളുണ്ട്. കൊല്ലപ്പെട്ടവൻ ശത്രുപക്ഷത്തെ പഠനമായിരിക്കണം. ഞാൻ ആദ്യമേ വായിച്ചു ജിഹാദ് എന്താണെന്ന്. ആ ജിഹാദിന്റെ അടിസ്ഥാനത്തിൽ രോഗിയായി നിൽക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന ആ മഹാരോഗം ബാധിച്ചവൻ ശത്രുപക്ഷത്തെ പഠനമായിരിക്കണം. ശരിയല്ലേ? അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്ത സത്യക്രിസ്ത്യാനികളായിട്ടുള്ള നമ്മളെപ്പോലുള്ളവരെല്ലാം ശത്രുപക്ഷത്തെ ഭടന്മാരാണ്. കാരണം ഇവര് വന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ഇനി രണ്ടാമത്തെ നിബന്ധന, കൊല്ലപ്പെട്ടവന് സ്വയം പ്രതിരോധിക്കാനുള്ള അവസരം നൽകിയിരിക്കണം. അതെ, നമ്മൾ ഇസ്ലാം എന്താണെന്നും ഖുറാൻ എന്താണെന്നും മുഹമ്മദ് എന്താണെന്നും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരോടുള്ള സ്വയം പ്രതിരോധമാണ്. 3,
കൊല്ലപ്പെട്ടവൻ പിന്തിരിയുന്ന സമയത്ത് പിന്നിൽ നിന്നാണ് ആക്രമിക്കപ്പെട്ടതെങ്കിൽ സൽബ് എടുക്കാവുന്നതല്ല. ഇത് മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. പിന്നിൽ കൂടെ ഒരുത്തനെ കൊന്നിട്ടുണ്ട്. എല്ലാ തരികടകളും പുള്ളി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്നേ. പുള്ളിക്ക് അതിന് വലിയ മാറ്റമൊന്നും ഇല്ലായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഈ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവര് വാളിപ്പോഴേ രാഗി ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് കടന്നു വരുന്ന എല്ലാ മേത്തന്മാരും ഒരവസരം കിട്ടിയാൽ ഇത് ചെയ്യുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ഇനി ഈ സൽബ് എടുക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം കൂടെ കേൾക്കാം. ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ നിബന്ധനകളൊന്നുമില്ലാതെ ഏത് സാഹചര്യത്തിലും സൽബ് എടുക്കാവുന്നതാണ്. കേട്ടല്ലോ. ഇപ്പൊ ഒരു പണ്ഡിതനാണ് ഇതിന് 3 നിബന്ധന വെച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റു ചില പണ്ഡിതന്മാർ, അപ്പൊ പ്രബല അഭിപ്രായമാണ്. പ്രബല അഭിപ്രായത്തിൽ ഇവര് പറയാണ്, പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഈ നിബന്ധനകളൊന്നുമില്ലാതെ ഏത് സാഹചര്യത്തിലും സൽബ് എടുക്കാവുന്നതാണ്. കൊന്നവനായിരിക്കണം അതിനർഹൻ എന്ന് മാത്രം. ഇതിന് തെളിവാക്കുന്നത് മുമ്പ് വിവരിച്ച സലമ ഇബ്നു അഖവയുടെ ശത്രു സൈന്യത്തെ പിന്തുടർന്ന ഹദീസാണ്. അപ്പൊ ഈ കൊന്നവൻ, ഒരു സുക്കൂർ ഒരു ജോണിയെയോ അല്ലെങ്കിൽ ഒരു രാമനെയോ കൊല്ലാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സ്വത്ത് ആദ്യമേ വെച്ചിട്ട് പോയി കൊല്ലടാന്ന് പറയുന്ന ഒരു ആഹ്വാനമല്ലേ കൊടുത്തിരിക്കുന്നത്. കാരണം ആ മരിച്ചു വീണ എതിർപക്ഷത്തുള്ള ആ പടന്റെ മുഴുവൻ സ്വത്തും ഈ കൊന്നവന് മാത്രമായിട്ട് കിട്ടും. ഇതാണ് 1921 ചരിത്രം. ഇനി അലിവേർ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കേട്ടോണം അതിൻ്റെ അകത്ത് എത്രമാത്രം കാര്യങ്ങളാണ് വരുന്നതെന്നുള്ളത്. സ്മരണിക എന്ന് പറയുന്ന പുസ്തകമൊക്കെ കാശ് കൊടുത്താൽ കിട്ടും. ഇതിലൊക്കെ കിട്ടാവുന്നതാണ്. ആ പുസ്തകമൊക്കെ ഒന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഇനി പറയാണ്, എന്നാൽ ഈ കാര്യത്തിൽ മുൻകൂട്ടി സൽബ് അനുവദനീയമാണെന്ന് പ്രസ്താവിക്കണമെന്ന് ഇമാം ഷാഫിയും ഇമാം അഹദും അഭിപ്രായപ്പെടുന്നു. ഇമാം അബൂ ഹനീഫ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സൽബ് സ്വയമേ ഗനീമത്തായി പരിഗണിക്കപ്പെടും എന്നും പറയുന്നു. ഇനി കൊല്ലപ്പെട്ടവന്റെ വസ്ത്രം വരെ എടുത്ത് അവനെ നഗ്നനാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദും ഇത് ശരിവെക്കുന്നു. ഇതല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കൊല്ലപ്പെട്ടവന്റെ വസ്ത്രം ഈ കഴിഞ്ഞിടയ്ക്ക് നമ്മൾ കണ്ടു. ഇസ്രയേലില് കുട്ടികളെയും മറ്റുള്ളവരെ എല്ലാം കൊന്നിട്ട് വിവസ്ത്രങ്ങളായിട്ട് അവിടെ കിടക്കുന്നത്. ഇതിവർക്ക് എവിടുന്ന് ഈ മാർഗനിർദ്ദേശം കിട്ടിയത്? ഞാൻ വായിക്കുന്ന പുസ്തകത്തിന്റെ പേര് പറയാം, വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ. ഇബ്നു നുഗാസ് എന്ന് പറയുന്ന ഒരു മഹാതീവ്രവാദി എഴുതി മുസ്ലിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന പുസ്തകമാണ്. ഇബ്നു നുഗാസ് എന്ന് പറയുന്ന ഒരു മഹാതീവ്രവാദി കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ എഴുതി കൊടുത്ത ഒരു പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിലൂടെയാണ് എൻ്റെ പൊന്നു സഹോദരന്മാരെ ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ ഈ പണ്ഡിതൻ ദമാസ്കസിൽ ജനിച്ചു. ഹിജ്റ 8-ാം നൂറ്റാണ്ടില്. ആ ജനിച്ചതിന്റെ പിന്നീടുള്ള കാലം നിങ്ങൾ നോക്കിക്കോ. അതിന് ശേഷം ഇവൻ കാലങ്ങൾക്ക് ശേഷം ജനനവും കഴിഞ്ഞ് ഇവന്റെ പഠനവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് എഴുതി കൊടുത്ത ആ പുസ്തകം ഇന്നും ഈ കാലഘട്ടത്തിലും ഇവർ ഈ പുസ്തകത്തിന്റെ ഹദീസുകളും ആയത്തുകളും ഇതിലെ ആശയങ്ങളും എടുത്ത് പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചോ, ഇവന്മാരെത്രത്തോളം ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള അവിശ്വാസികളെ കൊന്നു കഴിഞ്ഞിട്ട് നഗ്നരാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. പേജ് നമ്പർ ഞാൻ പറഞ്ഞുതരാം, 326. അത്രയ്ക്ക് മേത്തനായിട്ടുള്ള, ഏത് വടക്കനാണെങ്കിലും തെക്കനാണെങ്കിലും മുസ്ലിം ആയിട്ട് ജനിച്ചവനാണോ, മുഹമ്മദിനെ വിശ്വസിക്കുന്നവനാണോ, മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന് വിശ്വസിക്കുന്നവനാണോ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവനാണോ, ഒരു കാര്യം ഉറപ്പാണ്, ഇന്നല്ലെങ്കിൽ നാളെ ഇവന്മാർ 1921 വാരിയം കുന്നൻ എന്ന് പറയുന്നവൻ ചെയ്തതുപോലെ തന്നെ ഈ കേരളക്കരയിൽ ചെയ്തിരിക്കും. ഉറപ്പാണ്. വരാൻ പോകുന്ന നാളുകളിൽ ഈ ഇന്ത്യക്ക് കേരളമായിരിക്കും ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുന്നത്. കാരണം അതിനുള്ളതല്ല ഇവന്മാരിവിടെ ചെയ്തു കൂട്ടുന്നുണ്ട്. അതാണ് ഒന്നുകൂടെ ഞാൻ വായിക്കാം. ഇമാം സൽബായിട്ട് കൊല്ലപ്പെട്ടവന്റെ വസ്ത്രം എടുത്ത് അവനെ നഗ്നനാക്കാം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹമ്മദ് ഇത് ശരിവെക്കുന്നു. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഇസ്രയേലിലെ ആൾക്കാരെ കൊന്നു കളഞ്ഞപ്പോൾ, പാവപ്പെട്ടവരായിട്ടുള്ള ഇസ്രയേലിന്റെ ആൾക്കാരെ കൊന്നു കളഞ്ഞപ്പോൾ എത്രയോ സ്ത്രീകളും പുരുഷന്മാരും നഗ്നരായിട്ട് കിടന്നു, ശവം. ഇവര് ചെയ്യും, അതിലൊന്നും ഒരു കുഴപ്പവുമില്ല. അതാണ്. ഇനി ഗുലൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുദ്ധമുതലിൽ നിന്ന് അത് വീതിക്കപ്പെടുന്നതിന് മുമ്പ് അതിന്റെ അവകാശികൾ ആരെങ്കിലും അന്യായമായി കൈവശമാക്കലോ മോഷ്ടിക്കലോ ആകുന്നു. കാരണം അത് ചെയ്യാൻ പാടില്ല. കാരണം മറ്റുള്ളവരൊന്നും മോഷ്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 4 ഇമ്രാൻ 161. ഒരു പ്രവാചകനും വല്ലതും വഞ്ചിച്ചെടുക്കുക എന്നത് ഉണ്ടാവുന്നതല്ല.
വല്ലവനും വഞ്ചിച്ചെടുത്താൽ താൻ വഞ്ചിച്ചെടുത്ത സാധനവുമായി ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവൻ വരുന്നതാണ്. അനന്തരം ഓരോ വ്യക്തിക്കും താൻ സമ്പാദിച്ചു വെച്ചതിന്റെ ഫലം പൂർണ്ണമായി നൽകപ്പെടും. അവരോട് ഒരു അനീതിയും കാണിക്കപ്പെടുന്നതല്ല. അപ്പോൾ പ്രവാചകന്മാർ എന്തെങ്കിലും വഞ്ചിച്ചെടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ ആ സാധനമായിട്ട് വരും. മുഹമ്മദ് ആ വെൽവെറ്റ് തുണിയൊക്കെ തലയിൽ കെട്ടി വരുന്നതെന്ന് ആലോചിച്ച് നോക്കിയോ, കോട്ടയം കുഞ്ഞച്ചൻ വരുന്ന കണക്ക്. ഇപ്പൊ മുൻകീറിന്റെ നക്കീറിന്റെ അടി മേടിച്ച് കുഴി കിടക്കുകയാണ്. അത് വേറൊരു വശം. അടി മേടിച്ച് നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കവറിലെ കിടന്ന് അടി മേടിക്കുകയാണ്. അപ്പൊ ഈ സാധനമായിട്ട് പുള്ളി അന്ത്യനാളിൽ വരും. ഏത്? ഈ അടിച്ചെടുത്ത ഈ വെൽവെറ്റ് തുണി, ചുവന്ന വെൽവെറ്റ് അടിച്ചുകൊണ്ടാണല്ലോ പുള്ളി പോയത്. ആ തുണിയായിട്ട് അന്ത്യനാളിൽ പുള്ളി കയറി വരും. പ്രവാചകനെ മണ്ണ് മാറ്റി പുറത്തു വരും. കാരണം ആദ്യമായിട്ട് ഇവരൊക്കെ പറയുന്ന ഒരു കള്ളത്തരമുണ്ട്. ഇവരൊക്കെ പറയുന്ന ലോക ഒരു കള്ളത്തരം എന്താ അറിയോ? മുഹമ്മദ് ഇപ്പൊ അള്ളാഹുവിന്റെ അടുത്താണ്. മുഹമ്മദ് പറയുന്നു അന്ത്യനാളിൽ ആദ്യമായിട്ട് മണ്ണ് മാറ്റി പുറത്തേക്ക് വരുന്ന ആള് ഞാനായിരിക്കുമെന്ന്. ഈ പുള്ളി പുറത്ത് വന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും KVM പന്താവൂരിന്റെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിന്റെ അത് എഴുതിയിരിക്കുകയാണ്, ഇവിടെ ഇരിക്കുന്ന പ്രവാചകന്മാരെല്ലാവരോടും ആനയിച്ച് പുള്ളി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും പുള്ളിയോട് ചോദിക്കും, പുള്ളി അന്നേരം അള്ളാഹുവിനോട് ചോദിക്കുക, എന്റെ സമുദായം എന്ത് ചെയ്യുന്നു? അപ്പൊ പറയാ, ബാക്കിയുള്ള സമുദായങ്ങളെല്ലാം എത്തി, നിന്റെ സമുദായം എത്തിയിട്ടില്ല. ഇതുപോലും അറിയാൻ വയ്യാത്ത ആളിനെയാണ് ഇവിടുന്ന് കുഴിന്ന് ഈ ബ്രഷ് വെച്ച് മുഖത്തൊന്ന് മണ്ണെല്ലാം മാറ്റി എടുത്തോണ്ട് പോണത്. അപ്പൊ ഈ മുസ്ലിങ്ങളുടെ ഉള്ളിൽ ഒരു മുസ്ലിമായിട്ട് ജനിച്ചവൻ, ഇവിടെ എന്നെ കേൾക്കുന്നതിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒറ്റ ചിന്തയുള്ള അള്ളാഹുവിന് വേണ്ടി, മുഹമ്മദിന് വേണ്ടി മറ്റുള്ളവരെ കൊന്നു തള്ളുക. അതാണ് നിങ്ങളിപ്പോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ബംഗ്ലാദേശിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തത്. ഇപ്പൊ 1921 ഈ കേരളക്കരയിൽ ചെയ്തു കൂട്ടിയത്, കാശ്മീർ പണ്ഡിറ്റുകളോട് ചെയ്തു കൂട്ടിയത്. ഇതൊക്കെ പറയുമ്പോഴത്തേനും പറയേ ഞങ്ങളല്ല, സമാധാനത്തിന്റെ ആൾക്കാരാ. കുറെ എണ്ണം ഉണ്ട്, മനസ്സിണക്കപ്പെട്ട കുറെ ഇണക്കപ്പെട്ട കുറെ എണ്ണവും. ഇതൊക്കെ എങ്ങനെ ഇരുന്നോ? ഇന്നോടൊക്കെ അവര് ചെയ്യാനുള്ള എല്ലാം ചെയ്തിരിക്കും. വേറെ ഒരാളുണ്ടായിരുന്നു ഭയങ്കര ഇസ്ലാമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നേ. ഇപ്പൊ എന്ത് പറ്റി? 8ന്റെ പണിയും കൊടുത്ത് വീട്ടിൽ കയറി തന്നെ കൊടുക്കുകയും ചെയ്യും. അപ്പൊ ഇതാണ് അവർക്ക് അങ്ങനതില്ല, അവർക്ക് അല്ലാഹുലും. കാരണം അവിശ്വാസിയാണോ ഒരു രക്ഷയില്ല. ഇനി മുസ്ലിം തടവുകാര്, മുസ്ലിം യുദ്ധ തടവുകാരെ പറ്റി പറയുന്നുണ്ട്. മുസ്ലിങ്ങൾ ശത്രുക്കളാൽ ബന്ധിക്കപ്പെട്ടാൽ അവർ രക്ഷപ്പെടാൻ സാധ്യമാണെങ്കിൽ അങ്ങനെ ചെയ്യൽ നിർബന്ധമാണ്. അവരെ കൊന്നിട്ടോ കബളിപ്പിച്ചിട്ടോ അത് സാധ്യമാക്കാവുന്നതാണ്. കുഴപ്പമില്ല, പൊട്ടിച്ചോളാനാ പറയുന്നത്, ഒരു കുഴപ്പമില്ല. ഇവിടെ ഇരിക്കുന്നവർ ആർക്ക് വേണേലും എപ്പോ വേണേലും പൊട്ടിക്കാം, ഒരു പ്രശ്നമില്ല. അനുവദനീയമായ നിബന്ധനകളാലും കരാറിനാളുമാണ് മോചനമെങ്കിൽ അത് മുസ്ലിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മറ്റു മുസ്ലിം തടവുകാർക്ക് ദോഷം വരാതിരിക്കാനും മുസ്ലിങ്ങൾ വിശ്വാസയോഗ്യരാണെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഇത് ഉപകരിക്കുന്നു. ഏതാ? ദോഷം വരരുത്. എങ്ങനെ? മറ്റു മുസ്ലിം തടവുകാർക്ക് ദോഷമൊന്നും വരാതെ വേണം എന്ത് ചെയ്യണം? മറ്റുള്ളവരെ കൊന്നിട്ട് രക്ഷപ്പെടാൻ. യുദ്ധ തടവുകാർ അവിശ്വാസികളായ വേദമതസ്ഥരെ വിവാഹം കഴിക്കാൻ പാടുള്ളതല്ല. കുട്ടികൾ മാതാവിന്റെ മതത്തിൽ വളരും എന്നതിലാണത്. മുസ്ലിം സ്ത്രീകളെ അവിടെ വെച്ച് വിവാഹം ചെയ്യാൻ പാടില്ല. വിവാഹം ചെയ്യപ്പെടുന്ന സ്ത്രീകളെ അവർക്കുണ്ടാകുന്ന കുട്ടികളെ അടിമകളാക്കാനോ അവരുടെ മതത്തിലേക്ക് മാറ്റാനോ സാധ്യതയുണ്ട്. ഇസ്ലാമിക രാജ്യത്തേക്ക് തിരിച്ചെത്തും വരെ യുദ്ധ തടവുകാർ ക്ഷമ പാലിക്കേണ്ടതാണ്. അഭയാർത്ഥികളായിട്ടും മറ്റുള്ളതുമായിട്ട് ഇവിടുന്ന് നേരെ ഇസ്ലാമിക രാജ്യം വിട്ട്, ഇസ്ലാമിക രാജ്യത്തേക്ക് ഒരുത്തരം കയറ്റത്തില്ലല്ലോ, നിന്റെയൊക്കെ തനിക്കണോ അറിയാലോ. അതുകൊണ്ട് നേരെ എന്ത് ചെയ്തു? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കടന്നു നിന്ന് ക്ഷമയോടുകൂടി അവിടെ ഇരിക്കണം. ക്ഷമയോടുകൂടി അവിടെ ഇരിക്കുമ്പോഴത്തേനും അവിടെ എന്ത് ചെയ്യാം? അവിടെ ഇരിക്കാം. എൻ്റെ ഒരു പുസ്തകമുണ്ട്, ദൈവം അനുവദിച്ചാൽ അടുത്ത ക്ലാസ് അത് എടുക്കും. മുസ്ലിം ന്യൂനപക്ഷ സമൂഹങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മതവിധികൾ. യൂറോപ്യൻ ഫത്വ കൗൺസിൽ ഫത്വകൾ എന്ന് വെച്ചാൽ യൂറോപ്യൻ സ്വദേശികളായിട്ട് ഇവിടുന്ന് ചെല്ലുന്ന ആൾക്കാർ എങ്ങനെ യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളില് ഇറങ്ങി പ്രവർത്തിക്കണം, എങ്ങനെ അവിടെ ഇസ്ലാമാക്കി മാറ്റണമെന്നും പറഞ്ഞുകൊണ്ട് 2022 ഫസ്റ്റ് എഡിഷൻ ആയിട്ട് ഇറക്കി വിട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഇൻഷാ മസിക അടുത്തതിന് നമ്മൾ അത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇവർക്ക് അതിലൊരു കുഴപ്പമില്ല. ഇനി ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനി ഈ ജിഹാദിന് പോകുന്ന ഇവർക്ക് ഇമാമിന്റെ സമ്മതം ആവശ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമാമിന്റെ സമ്മതമില്ലാതെ ആക്രമണ ജിഹാദ് വെറുക്കപ്പെട്ടതാണ്. ആക്രമിക്കാൻ പോകുന്ന ഒരു ജിഹാദ്, ഒരു ആക്രമണ ജിഹാദ് ഉണ്ടെങ്കിൽ
ഇമാമിന്റെ എന്താണ്, ഇമാമിന്റെ അനുവാദം വേണം. ഇമാമിന്റെ സമ്മതമില്ലാതെ, ഭരണാധികാരികളുടെ സമ്മതമില്ലാതെ, ഇസ്ലാമിക ഭരണാധികാരികളുടെ സമ്മതമില്ലാതെ നിങ്ങൾ ഇതിന് പോയി കഴിഞ്ഞാൽ അത് വെറുക്കപ്പെട്ടതാണ്. നിങ്ങൾ ഈ അടുത്തിടെ കൊണ്ട് ശ്രദ്ധിച്ചോ, മിക്ക മുസ്ലിം ഉസ്താക്കന്മാരും ഓരോ മസ്ജിദിലെ മെയിൻ ഉസ്താക്കന്മാരും വരുമ്പോഴും കറുത്ത കോട്ടിട്ടുണ്ടാ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചവരുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ടേക്കണേ. സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. മിക്ക ആൾക്കാരും കറുത്ത കോട്ടാണ് ഇട്ടുകൊണ്ട് വരുന്നത്. ഒരു കാലത്ത് ഈ ഒരു പരിപാടി ഇല്ലായിരുന്നു. കാരണം എന്താ? ആ ദേശത്തിന്റെ ഭരണാധികാരിയായിട്ട് അവരെ ഇസ്ലാം തെരഞ്ഞെടുക്കുന്നതാണ് ആ ദേശത്തിന്റെ. അതാണ് ഈ കറുത്ത കോട്ടിട്ടുള്ളത്. കാരണം ന്യായവിധിയുടെ ഇതുമായിട്ടാണ് അവർ വരുന്നത്. നിങ്ങൾ ഇനി ഇത് ഇന്ന് കേട്ടെങ്കിൽ ഇനിയും മുതൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, മിക്ക ആൾക്കാരും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്, കേരളക്കരയിലുള്ള മിക്ക ആൾക്കാരും വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു വോയിസ് നിങ്ങളെ കേൾപ്പിക്കാം. ഇത് തമിഴാണ്. തമിഴ് അറിയാവുന്ന സഹോദരന്മാരുണ്ടല്ലോ, വാര്യബ്രോ ഉണ്ടല്ലോ, വാര്യബ്രോയും അനിൽ ബ്രോയും ഒക്കെ ഉണ്ട്. ഞാനിത് കേൾപ്പിക്കാം. ഒന്ന് കേട്ടിട്ട് അതിന്റെ മലയാളത്തിലേക്ക് പറഞ്ഞു കൊടുക്കണം, അത്രയും നല്ലതുമായിരിക്കും. ഇത് കേട്ടോ. எனக்கு பக்கத்தில் இருக்கிற காப்பிராக இருந்தால் அவன் என்னோட நல்ல விஷயங்கள் அவனை நான் வெறுக்கிறேன். அவனிடம் இருக்கின்ற குஃப்ருக்காக. അജീഷ് ബ്രദറെ ഓഡിയോ ക്ലിയർ അല്ലല്ലോ. ഓഡിയോ ക്ലിയർ അല്ലല്ലോ. അജീഷ് ബ്രദറെ ഓഡിയോ ക്ലിയർ അല്ല. ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഞാനൊന്ന് പ്ലേ ചെയ്ത ഒരു മിനിറ്റ്. ഓക്കെ. இல்லாத அந்த நிலத்தை தான் நாம் நேசிக்க வேண்டுமே தவிர தாருல் குஃப்ரை அல்ல. தாருல் குஃப்ர்ல வாழ்வதே பாவம். எனக்கு பக்கத்தில் இருக்கிற காபிராக இருந்தால் அவன் என்னுடன் யாரு நல்ல விஷயங்களை கண்டறிந்தாலும் அவனை நான் வெறுக்கிறேன். காரணம் அவனிடம் இருக்கின்ற குஃப்ருக்காக. அங்குள்ள சகோதரர்களே, இங்கு நேசம் நிலத்தை வைத்தல்ல, கொள்கையை வைத்து, ஈமானை வைத்துத்தான் நேசம் வந்து பிரிக்கப்பட்டது. அல்லாவுக்காக நேசிப்பது அல்வலா, அல்லாவுக்காக வெறுப்பது அல்பரா. அல்வலாவை இந்த உம்மத்து கைவிட்டதால் தான் உங்க உம்மத்துக்கு ஜிஹாது தெரியல, ஹிஜ்ரத்து தெரியல, ஹிலாவத்து தெரியல, காவிர்களுக்கு மத்தியில் எப்படி நடக்க வேண்டும் என்கின்ற வேறுபாடு தெரியல. കേട്ടായിരുന്നോ? കേട്ടു. വാര്യബ്രോ ഉണ്ടോ? ഓക്കെ. അപ്പൊ അത് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അടുത്തിരിക്കുന്ന ഒരു കാഫിർ ആണെങ്കിൽ പോലും നമ്മൾ അവനുമായിട്ട് ഒരു സന്ധി പാടില്ല എന്നുള്ളതാണ്. ഇത് തമിഴ്നാട്ടിൽ പറഞ്ഞതാണ്. കേരളത്തിൽ ഇത് എത്രയോ പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഒരാൾ തന്നെ പറഞ്ഞില്ലേ, അല്ലെ? വേറെ പറഞ്ഞു. ഞാൻ ആ തമിഴിന്റെ ഒന്ന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. അയാൾ പറയുന്നത്, അടുത്തുള്ള ആള് കാഫറായിരിക്കുന്ന ഒരുത്തൻ, അവനെൻ്റെ സ്നേഹിതനാണ്, അവൻ എന്നോടൊപ്പം പല നല്ല കാര്യങ്ങളിലും ഒരുമിച്ച് പങ്കുചേർന്നിട്ടുള്ളവനാണ്. അങ്ങനെയൊക്കെ നീ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല, കാര്യമില്ല. അത് അവൻ കാഫിറാണെന്നുള്ള ബോധം എപ്പോഴും നിനക്ക് ഉണ്ടാകണം. അവൻ കാഫിറാണ്. മാത്രമല്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ജിഹാദ് നടത്തണം, അവനുമായിട്ട് ജിഹാദ് നടത്താൻ. അപ്പോൾ ആ ജിഹാദ് നീ നടത്തുകയും വേണം. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഈ കാഫറുകൾക്കെതിരെ നീ ജിഹാദ് നടത്തുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളായിട്ട് നീ മാറുകയാണ്. അതിനുള്ളിൽ ഒരു അറബി വാക്ക് പറയുന്നുണ്ട്, മറന്നുപോയി അതിപ്പോൾ എന്നാണ്, ഒരു വാക്ക് പറയുന്ന പുള്ളി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അപ്രീതിക്ക് പാത്രമാവും. അതിന് വേറൊരു വാക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് ഏത് വേണം അത് നീ തീരുമാനിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് പാത്രമാവണോ അല്ലാത്തതോ? എന്നിട്ട് കുഫറിൻ്റെ കാര്യത്തിന് പുള്ളി വേറെ ചില സംഗതി, ഈ ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബ് എന്ന് പറയുന്ന രണ്ട് കാര്യം അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അയാൾ പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ല, ഇങ്ങനെയാണ് ഈ പറഞ്ഞത്, ദാറുൽ ഇസ്ലാമും ദാറുൽ ഹർബും എന്നുള്ളത്. അപ്പോൾ അടുത്ത അയൽവക്കത്തുള്ളവൻ മുസ്ലിമാണ്. അത് കാരണം ഖുർആന്റെ അകത്ത് വ്യക്തമായിട്ടൊരു കൽപ്പനയുണ്ടല്ലോ, സത്യവിശ്വാസികളെ, നിങ്ങളുടെ അയൽവക്കത്ത് താമസിക്കുന്ന സത്യനിഷേധികളുമായി നിങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുക, അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് പുള്ളി സംസാരിച്ചതെന്ന് തോന്നുന്നു. പുള്ളി ഖുറാന്റെ ആയത്തുകളോ മറ്റു പറഞ്ഞൊന്നുമില്ല, പക്ഷെ അതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അജീഷ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.
ഇപ്പൊ തമിഴ്നാട്ടിൽ ഇത് നടന്നു. ഇനി അതുകൂടാതെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം വേറൊരു മലയാളിയായ ഒരു ഉസ്താദ് പറഞ്ഞിരിക്കുന്ന എന്താണ്, നമ്മള് തെരഞ്ഞെടുക്കേണ്ട കൂട്ടുകാരാരാണ്, നമ്മുടെ ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞ ഒരു സാധനം സോഷ്യൽ മീഡിയ വഴി കറങ്ങുന്നുണ്ട്. ഇൻഷാ മസിക അടുത്ത ക്ലാസ്സിൽ നമുക്കത് കേൾക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ ഞാൻ ഈ കേൾപ്പിച്ച വോയിസ് ഫേസ്ബുക്കിൽ ഞാൻ ഇടുന്നുണ്ട്. ഈ കേൾപ്പിച്ച ആളെന്ന് പറയുന്നത്, ഈ തമിഴ്നാട്ടിൽ നിന്ന് സംസാരിച്ച ആളെന്ന് പറയുന്നത് ആരാണ്? ഒരു ഇമാമാണ്. അപ്പൊ ഇമാമിന്റെ സമ്മതമില്ലാതെ ആക്രമണ ജിഹാദ് വെറുക്കപ്പെട്ടതാണെന്ന് പറയുമ്പോൾ ഇദ്ദേഹം സമ്മതം കൊടുത്തു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാം? ഈ പരിപാടി ചെയ്യാം, മറ്റുള്ളവരെ കൊല്ലാം, വെട്ടാം. കാരണം എന്താ? ഭരണാധികാരിയായ ഈ ഇമാമ് എന്ത് ചെയ്തിരിക്കുന്നു? ഹറാമല്ലാത്ത കാര്യം ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത അതിന് ഒരു 3 നിബന്ധന വെച്ചിട്ടുണ്ട്. ഒന്ന്, സമ്മതം വാങ്ങുന്നതിലൂടെ വളരെ പെട്ടെന്ന് നടത്തേണ്ട നീക്കത്തിന് കാലതാമസം വരികയും അതുവഴി കുഴപ്പം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ, എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വെറുക്കപ്പെട്ടതാണ് എന്നാൽ ഹറാമല്ല, അതിനാൽ ഇത് നിരുത്സാഹപ്പെടുത്തിയതാണ് ചില സന്ദർഭങ്ങളിൽ ഒഴികെ. ഏത്? സമ്മതം വാങ്ങാതെ ഇത് ചെയ്യാമെന്ന് ഈ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയാണ്? ഇമാമിന്റെ അല്ലെങ്കിൽ മുസ്ലിം അമീർ സമ്മതമില്ലാതെ ആക്രമണ ജിഹാദ് വെറുക്കപ്പെട്ടതാണ് എന്നാൽ ഹറാമല്ല, അതിനാൽ ഇത് നിരുത്സാഹപ്പെടുത്തിയതാണ് ചില സന്ദർഭങ്ങളിൽ ഒഴികെ. ആ സന്ദർഭം 3 ഞാൻ വായിക്കുകയാണ്. ഒന്നാമത്തെ സന്ദർഭം, സമ്മതം വാങ്ങുന്നതിലൂടെ വളരെ പെട്ടെന്ന് നടത്തേണ്ട നീക്കത്തിന് കാലതാമസം വരികയും അതുവഴി കുഴപ്പം വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ. കാരണം ഈ ഇമാമിനോട് പോയി ചോദിച്ച് പുള്ളി ഇനി ഉതുവൊക്കെ എടുത്ത് സമ്മതമൊക്കെ മൂളി മറ്റേ ചെറിയ മുള്ളെടുത്ത് പല്ലിന്റെ ഇടയ്ക്കൊന്ന് മുഹമ്മദ് ഇല്ല അപ്പീടാ മുട്ടിപ്പോയ സൗദ പോയപ്പോഴത്തേനും പുള്ളി സൗദ ഓടി തിരിച്ചു, മറ്റേ പുള്ളി സൗദയെന്ന് വിളിച്ചപ്പോഴത്തേനും ഓടി തിരിച്ചു വന്നപ്പോഴത്തേനും ഇദ്ദേഹം ഇവിടെ നല്ല ആട്ടർച്ചിയുടെ കാല് കടിച്ചു പറിച്ചുകൊണ്ടിരിക്കുക. ഇവക്ക് തൂറാൻ മുട്ടിയിരിക്കുന്ന പുള്ളിക്ക് ഇവിടെ തിന്നാതിരിക്കാനുള്ള മുട്ട്. ഇത് കേട്ടപ്പോ പുള്ളി മോണ കാണിച്ച് ചിരിച്ചു എന്നാ ഹദീസ് എഴുതി വെച്ചിരിക്കുന്നത്. അരപ്പോ ഇത്രയും താമസം വരും, കാരണം അവക്ക് ആ കാര്യസാധനത്തിന് പോകണമെങ്കിൽ പിന്നെ ഈ പുള്ളിയുടെ ചിരി തീർന്നിട്ട് ഈ ഇറച്ചി തിന്നിട്ട് വേണമല്ലോ പോകാൻ. അപ്പൊ അത്രയും താമസം വരാൻ പോലും പാടില്ല. അതാണ് പറയുന്നത്, സമ്മതം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ എന്താണ്, വളരെ പെട്ടെന്ന് ഇത് നടക്കത്തില്ല, എത്രയും പെട്ടെന്ന് തീർക്കണം. അതാണ് നാളുകൾക്ക് മുമ്പേ ഒരു വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഉണ്ടാക്കി, സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് വരെ ഉണ്ടാക്കി മനുഷ്യനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. കാരണം ഇവരെല്ലാ കാര്യങ്ങളും പച്ച വെളിച്ചം പോലെ എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. ഇനി രണ്ടാമത്തത്, ഇമാമും പട്ടാളക്കാരും ഭൗതികതയിൽ മുഴുകുകയും ജിഹാദിനെ അവഗണിക്കുകയും ചെയ്താൽ ആ ഇമാമിന്റെ സമ്മതം ജിഹാദിന് ആവശ്യമില്ല. കാരണം അയാൾ മൂലം നിർത്തപ്പെട്ട ജിഹാദ് തുടരേണ്ടതുണ്ട്. രണ്ടാമത്തെ നിബന്ധനയാണ്, പട്ടാളക്കാരും ഭൗതികതയിൽ എങ്ങാനും മുഴുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ്, ജിഹാദിനെ അവഗണിച്ചു പോയി കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. അവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ദേശത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് നടക്കാതെ വരും. മൂന്നാമത്തേത്, ഇമാം ഒരു കാരണവശാലും സമ്മതം തരാൻ സാധ്യത കാണുന്നില്ലെങ്കിൽ ഇബ്നു ഖുദാബ പറയുന്നു, സമ്മതം വാങ്ങാൻ ഇമാമില്ലാത്ത അവസ്ഥയിൽ ജിഹാദ് വൈകിക്കേണ്ട കാര്യമില്ല. ആ പുള്ളി അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നോക്കണ്ട, ആളവിടെ ഇല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല. എന്ത് ചെയ്യണം? വാങ്ങാൻ ഇമാമില്ലാത്ത ജിഹാദ് വൈകിക്കേണ്ട കാര്യമൊന്നുമില്ല, കേറി പൂശിക്കോ. കാരണം ഇതെന്താണ്, ഇത് ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് നേരത്തെ ചെയ്തിരിക്കുകയാണ്. ഇതിനൊരു 10 നബിചര്യ ഇവർ കൊടുത്തിട്ടുണ്ട്, ജിഹാദിലെ ചില നബിചര്യകൾ. ഞാൻ ഈ പുസ്തകം വായിച്ചത് വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണൽ, ഇബ്നു നുഗാസ് എന്ന് പറയുന്ന ഒരു മത തീവ്രവാദി എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ അകത്തുള്ള കാര്യമാണ്. പേജ് നമ്പർ 329 അതിനൊരു 10 ജിഹാദിന്റെ ചില നബിചര്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നബിചര്യകളാണോ ഇപ്പോൾ ISS-ഉം ബംഗ്ലാദേശിലും ഈ കേരളത്തിലും, അതായത് 1921 കേരളത്തിൽ ഇവർ പറയുന്നുണ്ട് കർഷക സമരമാണെന്ന്. കർഷക സമരം എന്ന് പറയുന്നത് ഖിലാഫത്ത് സ്മരണ എന്ന് പറയുന്ന പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണാം, കറുത്ത തുണിയിൽ വെള്ള അക്ഷരത്തിൽ എഴുതി വെച്ചിരുന്നു ദൈവത്തിന് സ്തുതി എന്ന്. ഖിലാഫത്ത് സ്മരണ എന്ന് പറയുന്ന പുസ്തകം ഉണ്ട്, അതിൻ്റെ അകത്ത് നോക്കിയാൽ മതി, ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല ഈ കർഷക സമരമാണെങ്കിൽ എന്തിനാ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ മൊത്തം ഇടത്തോട്ട് മുണ്ടുകൊടുത്തിട്ട് തലയെ തൊപ്പിയും വെച്ച് കൈ വാളും വെച്ചിട്ട് ദൈവത്തിന് സ്തുതി എന്ന് എഴുതിയിരിക്കുന്നത്? കർഷകന്റെ ആവശ്യം ഉണ്ടാക്കി തരാൻ വേണ്ടിയല്ല അവിടെ എഴുതേണ്ടത്. അതും കറുത്ത തുണിയിൽ വെള്ള അക്ഷരം എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ISS വന്നപ്പോഴല്ല കറുപ്പിൽ വെള്ള അക്ഷരം വരാൻ തുടങ്ങിയത്. ഈ അടുത്ത കാലഘട്ടം കൊണ്ട് ചില ഹോട്ടലുകളുടെ ബോർഡിൽ കറുത്ത ഇതിൽ വെള്ള അക്ഷരം വരാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്തല്ല.
1921 അങ്ങനെ ഒരു ബോർഡ് ഈ കേരളക്കരയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനു മുമ്പേ ഈ ബോർഡിൽ ഉണ്ട് എന്നുള്ളതാണ് ഉറപ്പ്.